നവകേരള യാത്രക്കിടെ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും നേരിട്ട രീതിയെ ന്യായീകരിക്കുന്ന CM-നെയും കടുത്ത ഭാഷയിൽ പ്രതികരിച്ച പ്രതിപക്ഷത്തെയുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. പ്രതിഷേധം എന്ന ജനാധിപത്യ മുറയെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ മൂന്നാം മുറയിൽ നേരിടുന്നു എന്ന ആക്ഷേപം ഇതാദ്യത്തേതല്ല. അവിടെയാണ് ഇന്ന് ന്യായീകരണവും അതിനുള്ള മറുപടിയും വന്നത്. യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങ് വരികയാണ്. അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത്. അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത്. അയാൾ തള്ളി മാറ്റുന്നുണ്ട്. അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത്. അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിൻ്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ എസ്കോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത്. രണ്ട് കുട്ടികളെയാണ്, രണ്ട് വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരെ ആക്രമിച്ചത്. മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുനടക്കുകയാണ്. പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടുനടക്കുന്നത്. സമനില തെറ്റി എന്ന് മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ്. ഗവൺമെന്റ് ഡ്യൂട്ടിയായി മുഖ്യമന്ത്രി വിശദീകരിച്ച അനിൽ കല്ലിയൂരിന്റെ അടിപ്രയോഗം അനുവദിച്ചു കൊടുക്കേണ്ടതാണോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. തല്ലിയൊതുക്കുന്ന നവകേരളമോ? പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ലെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കോൺഗ്രസിലെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP-യുടെ ശ്രീ സന്ദീപ് വാര്യർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ അനിൽകുമാർ, ഇന്നലെ നമ്മളെല്ലാം കണ്ട ദൃശ്യമാണ്, പക്ഷേ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്നെ സംരക്ഷിക്കൂ എന്നതാണ് എൻ്റെ അംഗരക്ഷകന്റെ ചുമതല. അതാണ് അനിൽ എന്നയാൾ ചെയ്തത്. ഇടുക്കി നെടുങ്കണ്ടത്ത് ഞാൻ അത് കണ്ടു. അത് തന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ്. ഗൺമാനാണല്ലോ ഈ അനിൽ. പിന്നെ കൂടെയുള്ള മറ്റ് പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരും. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിന് ശേഷം ഉണ്ടായ അകമ്പടി വാഹനത്തിലെ ആദ്യ വാഹനത്തിൽ നിന്ന് ആ പ്രതിഷേധമെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ലോക്കൽ പോലീസ് ഈ പ്രതിഷേധക്കാരെ മാറ്റിയ ശേഷം പുറത്തിറങ്ങി വന്ന് ചൂരലുകൊണ്ട് നടത്തിയ അടിപ്രയോഗത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ എന്നെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അംഗരക്ഷകന്റെ ഡ്യൂട്ടി എന്ന വിശദീകരണം എങ്ങനെ യോജിക്കും? നമ്മുടെ കേരളത്തെ മതനിരപേക്ഷ കേരളമാക്കി ഉയർത്തി നിർത്താനും കാവ്യവൽക്കരണത്തിനും വർഗീയവൽക്കരണത്തിനെതിരെയുള്ള നീക്കത്തെ ചെറുക്കാനും ചോര കിനിയുന്ന സമരത്തിൻ്റെ ചരിത്രത്തിലൂടെ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ നിമിഷങ്ങളിലും തെരുവുകളിൽ കടന്നാക്രമിക്കപ്പെടുകയാണ്. ഇന്നലെ ഭീരുവായ ഗവർണർ, അദ്ദേഹം ചാൻസലറാണെന്നാണ് അവകാശപ്പെടുന്നത് സർവകലാശാലയെ സംബന്ധിച്ച്. പക്ഷേ അദ്ദേഹം ഭീരുവായതുകൊണ്ട് ഞാൻ ഗവർണറാണ്, എനിക്ക് 300 പോലീസുകാരെ വേണം എന്ന് DGP-ക്ക് ഒരു കത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ കേരള ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീച മനസ്സുള്ള ഭീരുവും ക്രിമിനലും തെമ്മാടിയുമായൊരു മനുഷ്യൻ കാലിക്കറ്റ് സർവകലാശാലയിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി പോലീസിൻ്റെ സഹായം തേടിക്കൊണ്ട് കേരളത്തെ വെല്ലുവിളിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി യുവതലമുറ ചോരയൊഴുക്കുന്നത്, തല പൊട്ടി ചോരയൊഴുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ കരിങ്കൊടി സമരമാണ്. ആ കരിങ്കൊടി സമരത്തെ കേരളം പിന്തുണയ്ക്കുകയാണ്. അത് കേരളത്തിൻ്റെ പോരാട്ടമാണ്. അത് പ്രഖ്യാപിതമായ സമരമാണ്. DYFI-യും SFI-യും ഒക്കെ പ്രഖ്യാപിച്ച പോരാട്ടം നടത്തിയാൽ പ്രഖ്യാപിതമായ സമരമാണ്. അതിൻ്റെ ഭാഗമായി ഗവർണർ വരുമ്പോൾ കരിങ്കൊടി പ്രകടനം നടത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ SFI പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റി. 500-ഓളം SFI പ്രവർത്തകർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് ആർഷോയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം അവിടെ ബഹുജനങ്ങളുടെ വലിയ പ്രക്ഷോഭണം നടക്കുന്നു. ഒരു കാര്യം അല്ല, ശ്രീ അനിൽകുമാർ ഇവിടെ പ്രയോഗിച്ച പദപ്രയോഗങ്ങൾ, അതായത് അൺപാർലമെന്ററി ആയിട്ടുള്ള രാജ്യത്തെ പ്രസിഡന്റിനും ഗവർണർക്കുമെതിരെ, ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന നിങ്ങളുടെ ചാനലിന്റെ നയം അല്ലെങ്കിൽ
താങ്കൾ ഉടൻ തന്നെ അത് തിരുത്തേണ്ടതായിരുന്നു. അത് തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അൺപാർലമെന്ററി ആയിട്ടുള്ള വളരെയധികം വൃത്തികെട്ട ഭാഷയിലാണ് ശ്രീ അനിൽകുമാറോട് പ്രതികരിച്ചത്. അത് നിങ്ങളുടെ ചാനലിന്റെ നയമാണ്. ചാനൽ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നിങ്ങൾ നേരിട്ടാൽ മതി. അനിൽകുമാർ പറയട്ടെ. ഞാൻ അതിനകത്ത് എന്റെ കമന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അനിൽകുമാർ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നടപടി എന്ന് പറയുന്നത് അല്ല നിങ്ങൾ പറയണം. നിങ്ങളത് നടപടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വാചകം ഇതാണ്. ഗവർണർക്കെതിരെ ഞാൻ പറഞ്ഞ വാചകം ഇതാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൽ ഇരിക്കുന്ന ഞാൻ പറയട്ടെ പാർലമെന്ററി ആയിട്ടുള്ള വളരെ അൺറൂളി ആയിട്ടുള്ള രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്ന അങ്ങയോടല്ല പറയുന്നത്. ഞാൻ ഇത് ചാനലിന്റെ നയമാണെങ്കിൽ CPM-ന്റെ നയം അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷെ ഇത് ചാനലിന്റെ നയമാണെങ്കിൽ ഞാൻ ചാനലിന്റെ നയമൊന്നും ഇവിടെ പറഞ്ഞില്ല. ഞാൻ ആ കാര്യത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. താങ്കൾ ഞാൻ ആ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല സന്ദീപ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളെന്ന നിലയിൽ മാത്രമല്ല, ഒരാളെ കുറിച്ചും അങ്ങനെ അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാചകം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ യോജിക്കുന്നില്ല. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ചാനലും അതിനോട് യോജിക്കുന്നില്ല. അതിപ്പോൾ ഗവർണർ എന്ന പദവിയിൽ ഇരിക്കുന്ന ആളെന്ന നിലയില്ല. ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ അങ്ങനെ പറഞ്ഞാലും ഞാൻ അതിനോട് യോജിക്കില്ല. താങ്കൾ പ്രയോഗിച്ചാലും ഞാൻ അതിനോട് യോജിക്കില്ല. കാരണം അങ്ങനെ അൺപാർലമെന്ററി ആയിട്ടല്ലല്ലോ നമ്മൾ ഒരു ചർച്ച കൊണ്ടുപോകേണ്ടത്. പക്ഷെ ഞാൻ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അഡ്വക്കേറ്റ് അനിൽകുമാർ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. അല്ല, ഞാൻ ഇടപെടേണ്ടത് എപ്പോഴാണെന്ന് എനിക്കറിയാമല്ലോ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അഡ്വക്കേറ്റ് അനിൽകുമാർ താങ്കൾ മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി ഇന്ന് ഒരു ന്യായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്നെ സംരക്ഷിക്കാനാണ് എന്റെ അംഗരക്ഷകന്റെ ഉത്തരവാദിത്വം. ദയവായി കേൾക്കൂ, ഞാനത് മറുപടി പറയുമല്ലോ. അതിനെല്ലാം മറുപടി പറയാൻ പോണത് ഞാൻ കേൾക്കട്ടെ. കേരളത്തിലെ വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽ എന്നാരാ വിളിച്ചത്? ഒരു സർവകലാശാലയുടെ ചാൻസലർ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഒരു പ്രസ്ഥാനത്തെ ബ്ലഡി ക്രിമിനൽ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം വൈകുന്നേരം ഉറങ്ങുന്ന പാർട്ടിയിൽ എണീക്കുന്ന ആളല്ല, പുലരുമ്പോൾ വേറെ പായിലാണ് അദ്ദേഹം ഉണരുന്നത്. 8 പാർട്ടി കാലം മാറിയവനാ. ഞാൻ വീണ്ടും താങ്കളോട് പറയുന്നത്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഇപ്പൊ ഗവർണറെ SFI തടയുന്നതല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ താങ്കൾ അവസാനം എനിക്ക് പറയാൻ സമയം കിട്ടിയില്ല എന്ന് പരാതി ഉന്നയിക്കരുത്. എന്റെ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് മറുപടി പറയാതെ. അല്ല, എനിക്കൊരു പരാതിയില്ല. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ സാർ. ഞാൻ പറയുമ്പോൾ ഇടപെട്ടത് കൊണ്ടല്ലേ. 2, അദ്ദേഹം ക്രിമിനൽ എന്ന് വിളിച്ചു. ഞാനിവിടെ പറഞ്ഞൊരു വാക്ക് ക്രിമിനൽ എന്ന് പറയാൻ പാടില്ല. ഞാൻ ലൈവായിട്ട് കേട്ടു അദ്ദേഹം ക്രിമിനൽ എന്ന് പറയുന്നു. ആരെ വിളിക്കുന്നു? ജെയിൻ ഖവാല ഡയറിയിൽ പേരുള്ളയാളാണ് കേരളത്തിലെ ഗവർണർ. ആ ജെയിൻ ഖവാല ഡയറി പേരുള്ളയാളെ ഞാൻ പിന്നെ എന്ത് വിളിക്കണം? പൊന്നോമനെ എന്ന് വിളിക്കണോ? അങ്ങനൊന്നും കേരളത്തിൽ ഏതെങ്കിലും കേസെന്ന് പറഞ്ഞ് ആരെങ്കിലും കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പേടിപ്പിക്കാൻ വന്നാൽ ഞങ്ങളാരും പേടിപ്പിക്കത്തില്ല. പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കൈവച്ചാൽ മതി. കേരളത്തിലെ സർവകലാശാലയെല്ലാം RSSകാരെയും കൊലയാളികളെയും തിരികെ കയറ്റിയിട്ട് ഒരു കൊലപാതകം നടത്തിയ വിദ്യാർത്ഥിയുടെ പിതാവിനെ വീട്ടിൽ കയറി കൊന്നിട്ട് ആ കൊലപാതകം നടത്തിയ ആളുടെ ഭാര്യ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഗവർണറെ സംബന്ധിച്ച ചർച്ചയല്ലേ ഇപ്പൊ നമ്മൾ നടത്തുന്നത്? താങ്കൾക്ക് അതിന് മറുപടി ഉണ്ടോ? ഞാൻ പറയട്ടെ, അത് അദ്ദേഹത്തെ പറഞ്ഞതിന് മറുപടി പറയാ. ഏത് പറഞ്ഞതിന്? താങ്കളല്ലേ ആ വിഷയം ആദ്യം ഉന്നയിച്ചത്. ഞാൻ ശ്രീ അനിൽകുമാറിനോട് ചോദിച്ച ചോദ്യം അതല്ല. മുഖ്യമന്ത്രി ഇന്നൊരു ന്യായം പറഞ്ഞു. അതിന് എന്ത് ന്യായം? ആ ന്യായത്തിന്റെ ഭാഗം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഗോപികൃഷ്ണ, ഞാൻ പറയട്ടെ. ഗോപികൃഷ്ണ ഞാൻ പറയട്ടെ. അതിന് ഞാൻ പറയാണ്. ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. പ്രഖ്യാപിത സമരമാണ്. 500-ഓളം കുട്ടികൾ അവിടെ തല്ലുകൊള്ളുന്നുണ്ട്. കേരളത്തിൻ്റെ പോലീസാണ് ലാത്തിച്ചാർജ് ചെയ്യാണ്. നിങ്ങളുടെ കൺമുമ്പിൽ അവരുടെ തലതല്ലി പൊട്ടിച്ച് ചോര ഒഴുകുന്നത് 24 കണ്ടില്ലേ? ഗോപികൃഷ്ണൻ കണ്ടില്ലേ? നിങ്ങൾക്ക് എന്താ വിഷമം വരാത്തത്? കേരളത്തിലെ വിദ്യാർത്ഥികൾ തല്ലുകൊള്ളുമ്പോൾ നിങ്ങൾക്ക് എന്താ വിഷമമില്ലാത്തത്? ഇന്നലെ ഉള്ളതിന് വിഷമമുണ്ട്, ഇന്നുള്ളതിന് വിഷമമില്ല. അപ്പോൾ ഇന്നലെ ഉള്ളതിൻ്റെ വിഷമം മാത്രത്തിന് കാരണം എന്താണ്? ആ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണ്? നിങ്ങളുടെ ചാനലിൽ നിങ്ങളൊരിടത്ത് പോയി നിൽക്കും. നിങ്ങൾ സംഘടിപ്പിക്കുന്ന കുറേ ആളുകൾ 2-3 പേര് അവിടെ വന്ന് നിൽക്കും. നിങ്ങൾക്ക് മാത്രമേ വിവരമുള്ളൂ. അവിടെ നവകേരള ബസ് വരുന്നു. ബസ്സിൻ്റെ കുറുകെ 2 പേര് ചാടുന്നു. ആ ബസ് അവരെ ഇടിച്ചാൽ എന്ത് ചെയ്യും? ഈ വരുന്ന ആളുകൾ എന്തിനാ വരുന്നത്? ഞാൻ ചോദിച്ചതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യം, താങ്കൾക്ക് അതിന് മറുപടി ഉണ്ടോ ഇല്ലയോ എന്ന് പറയൂ. എന്റെ ചോദ്യം എന്താണ്? മുഖ്യമന്ത്രി ഇന്ന് ഒരു ന്യായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണ്? എന്റെ അംഗരക്ഷകൻ എന്നെ സംരക്ഷിക്കാൻ ഏത് പ്രോട്ടോകോൾ പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയ ശേഷം അദ്ദേഹത്തിന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ പ്രതിഷേധക്കാരെ ലാത്തി കൊണ്ട് അടിച്ചതെന്നാണ് എന്റെ ചോദ്യം.
താങ്കൾക്ക് അതിനൊരു ഉത്തരമുണ്ടോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? 11 മിനിറ്റായി ഈ ചർച്ച തുടങ്ങിയിട്ട്. നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു, ഗോപികൃഷ്ണൻ പച്ചക്കള്ളം പറഞ്ഞു. എന്നാ താങ്കൾ പച്ച നുണ സത്യം അങ്ങ് പറയും, കേൾക്കട്ടെ. എന്താ പച്ചക്കള്ളം? മുഖ്യമന്ത്രി നിങ്ങൾ പച്ച നുണ പറയുന്നു. എന്താ പച്ച നുണ? ഞാൻ പച്ച നുണ തെളിയിക്കാം. എന്താ പച്ച നുണ? മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പേ പൈലറ്റ് ഉണ്ട്. ആ വാഹനത്തോടൊപ്പം സഞ്ചരിക്കുന്ന പൈലറ്റ്, ആ എസ്കോർട്ട് ആൻഡ് പൈലറ്റ്, തൊട്ട് പുറകെ വരുന്ന വാഹനത്തിലെ ആ ഉദ്യോഗസ്ഥന്മാരാണ് ഇറങ്ങുന്നത്. അതിന് ഗോപികൃഷ്ണൻ്റെ വാദം എന്താണ്? അയ്യോ, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. എവിടെ കടന്നുപോയി? നിങ്ങൾ ഇതിന് ഈ 24 എന്ന് പറയുന്ന ചാനൽ കാണിച്ചു തരാം. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് പോയിട്ട് തൊട്ട് പിന്നാലെ വരുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രതിഷേധക്കാർ അടിക്കുന്നത് കാണണോ താങ്കൾക്ക്? നിങ്ങൾ പിടിക്കേ കാണണോ താങ്കൾക്ക്? ഗോപികൃഷ്ണൻ ആ ദൃശ്യം താങ്കൾക്ക് കാണണോ? ഗോപികൃഷ്ണൻ, ഒരു കാര്യം ഞാൻ പറയാം. ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ ഇടപെടരുത്. ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, താങ്കൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇടപെടും. അങ്ങനെ ഇടപെടില്ല ഒരു കരാർ കൊണ്ടൊന്നല്ല നമ്മൾ ചർച്ചയിൽ ഇരിക്കുന്നത്. ഇതൊരു ചർച്ചയാണ്. അപ്പോൾ ഇടപെടേണ്ട സമയത്ത് ഇടപെടും. താങ്കൾക്ക് പറയാൻ അവസരം തരുന്നുണ്ടല്ലോ, സമയവും തരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്തോളുക, നിങ്ങൾ ഇടപെട്ടോളൂ, പറഞ്ഞോളൂ. ഞാൻ മറുപടി പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്ത് വേണം ചെയ്തു? അതാ താങ്കൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണും. താങ്കൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണും. ഞാൻ ആ കള്ളം പൊളിച്ചു. എന്താ കള്ളം പൊളിച്ചത്? ആ ദൃശ്യങ്ങളൊന്ന് കാണും. നിങ്ങൾ ആദ്യം കേൾക്കൂ. ഞാൻ പറയും, നിങ്ങളൊന്ന് കേൾക്കൂ മിസ്റ്റർ. മിസ്റ്റർ ആദ്യം ഒന്ന് കേൾക്കൂ മിസ്റ്റർ. മിസ്റ്റർ ഒന്ന് കേൾക്കൂ ആദ്യം. ഗോപികൃഷ്ണൻ ഒന്ന് കേട്ടേ ആദ്യം. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ വാഹനം വരുന്നതിൻ്റെ കൂടെ 2-3 ദിവസം ഞാനുണ്ടായിരുന്നു. എനിക്കറിയാം അങ്ങനെ വരുന്നു എന്ന്. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം വരുന്നുണ്ട്. ആ പൈലറ്റ് വാഹനം എന്ന് പറയുന്നത് 2 കറുത്ത കാറുകളിൽ ആളുകൾ വരും. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ബസ് വരും, മന്ത്രിമാരല്ല. അതിൻ്റെ പിന്നാലെ വരുന്നൊരു കാറുണ്ട്, കറുത്ത കാറ്. ആ കാറിലെ അംഗരക്ഷകരാണ് ഇറങ്ങിയത്. അവരാണ് നിങ്ങൾ പറയുന്ന പോലെ ബലപ്രയോഗം നടത്തിയെന്ന് പറയുന്നത്. ഗോപികൃഷ്ണൻ പറയുന്ന കള്ളം എന്താണ്? കടന്നുപോയി. നിങ്ങൾ പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ടും പൈലറ്റുമായിട്ട് വരുന്ന വാഹനങ്ങളിൽ ഒന്നിലുള്ള ആളുകളാണ് ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് വന്നത് എന്തുകൊണ്ടാണ്? എന്താ അവർ എറിയാൻ നിൽക്കുന്നത്? ഗോപികൃഷ്ണൻ അറിയാം, ഗോപികൃഷ്ണൻ്റെ ചാനലിൻ്റെ പ്രവർത്തകർക്കറിയാം. കാരണം അവരുടെ എന്താ ഉള്ളതെന്ന്. നിങ്ങളാണല്ലോ സംഘടിപ്പിച്ച് അവിടെ നിർത്തിയത്. എന്നിട്ട് നിങ്ങളുടെ ഒരു ചാനലുകാർ, ഒരു മാധ്യമപ്രവർത്തക ഷെയ്ക്കാൻഡ് സ്റ്റാറ്റ കൊടുക്കുന്നുണ്ടല്ലോ. 24-ലെ ഒരു മാധ്യമപ്രവർത്തക സ്റ്റാറ്റ കൊടുക്കുന്നുണ്ട്. താങ്കൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം ഇത്തരം കാര്യങ്ങൾ. താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ അനാവശ്യമായ കാര്യങ്ങൾ താങ്കൾ ഈ ചർച്ചയിൽ ഉന്നയിക്കരുത്. താങ്കൾ അനാവശ്യമായ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കരുത്. അനാവശ്യമായ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കരുത്. താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? അനാവശ്യമായ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കരുത്. താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയ ശേഷം പുറകെ വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഈ ചെറുപ്പക്കാരെ മർദ്ദിച്ചതിന് അദ്ദേഹം പറഞ്ഞത് അംഗരക്ഷകൻ അത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണെന്നാണ്. ആ ന്യായത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഐ റിപ്പീറ്റ്, ഡു യു ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്? ആ ന്യായത്തെക്കുറിച്ച് എൻ്റെ മറുപടി കേട്ടോ. ആ ന്യായത്തെക്കുറിച്ച് എൻ്റെ മറുപടി കേട്ടോ. മറുപടി എന്താണ്? 24-ൻ്റെ ചാനൽ പ്രവർത്തകർക്ക് അറിയാം എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങളുടെ ചാനൽ പ്രവർത്തകർ സംഘടിപ്പിക്കുന്നൊരു പരിപാടി, അതിൻ്റെ ഭാഗമായി ഷൂ എറിഞ്ഞവരെ പോലീസ് പിടിക്കുന്നു. അവരുടെ ഷൂ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചാനൽ പ്രവർത്തകർക്കറിയാം. അവർ കടന്നു പോകുമ്പോൾ അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ചാനൽ പ്രവർത്തകർ ടാറ്റ കൊടുക്കുന്നു. പെരുമ്പാവൂർ ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ഷൂ ആണോ ബോംബാണോ എന്താ അവരുടെ ഉള്ളതെന്ന്. മുഖ്യമന്ത്രിയുടെ പൈലറ്റ് എസ്കോർട്ടുമായിട്ട് വരുന്ന പോലീസുകാരുടെ ഉത്തരമില്ല. അനിൽകുമാറിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയണം. മാധ്യമപ്രവർത്തകർക്ക് ശ്രീ അനിൽകുമാർ, മാധ്യമപ്രവർത്തകർക്ക് പ്രതിഷേധം നടക്കുന്നതിനെ കുറിച്ചും പ്രതികരണം വരുന്നതിനെ കുറിച്ചും ഒക്കെ മുൻകൂട്ടി അറിവുണ്ടാകും. താങ്കൾ ആ പണി ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾക്ക് അത് അറിയില്ലായിരിക്കും. അപ്പോൾ അവർ അവിടെ വന്ന് നിൽക്കും, ക്യാമറ ഓൺ ചെയ്യും. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്കൊരു ഉത്തരമുണ്ട്. 15 മിനിറ്റായി താങ്കൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. 15 മിനിറ്റ്. ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോകും. താങ്കൾക്ക് ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി ഉണ്ടോ? 15 മിനിറ്റായിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര് കള്ളം പറയും? ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ ശ്രീ അനിൽകുമാർ. ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ താങ്കൾ പറയൂ. പ്രതിഷേധം ഉണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇങ്ങനെ നിങ്ങൾ കേൾക്കണില്ലോ. ഞാൻ പറയണം കേൾക്കണില്ലല്ലോ. അതെന്തിന് ഞങ്ങൾ പറയണം? ഞങ്ങൾ എന്തിനു പറയണം? നിങ്ങൾ SFI പ്രതിഷേധിക്കുമ്പോഴും വിളിച്ചു പറയാറുണ്ട് ഞങ്ങൾ അവിടെ പ്രതിഷേധിക്കാറുണ്ട്. നിങ്ങൾ പറയേണ്ടത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവിടെയുള്ള പോലീസ് അത് കൈകാര്യം ചെയ്യും. അവിടെയുള്ള പോലീസാണ് കൈകാര്യം ചെയ്തതെന്നാണോ താങ്കൾ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെയും അദ്ദേഹത്തിന്റെ പ്രത്യേക സുരക്ഷ എടുക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ജോലിയാണോ ഇതെന്ന് താങ്കൾ പറഞ്ഞാൽ മതി.
അത് തന്നെ ഉത്തരം. ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നവരുടെ പണിയാണോ ഈ SFI പിള്ളേരെ ഇങ്ങനെ തല്ലുന്നത്? ഇന്ന് കാലിക്കട്ട് സർവകലാശാലയിൽ SFI പിള്ളേരുടെ തലയടിച്ച് പൊളിച്ചത് കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിനെ എതിർക്കുകയാണ്. SFI പിള്ളേരുടെ തലയടിച്ച് അപ്പൊ ഗവർണറെ SFIക്കാർ തടഞ്ഞപ്പോ അതും SFIക്കാർ നേരത്തെ മാധ്യമങ്ങൾ അറിയിച്ചിട്ട് എത്തിയതാണ്. അതും അറിയാലോ താങ്കൾക്ക്. അതും അറിയാലോ താങ്കൾക്ക്. അത് തന്നെ കാര്യം. പക്ഷപാതിത്വം പാടില്ല. അതെ, നിങ്ങൾക്ക് പക്ഷപാതിത്വം പാടില്ല. അതെ. അതുകൊണ്ട് SFIക്കാർ വിളിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അവിടെ എത്തണം, അല്ലെ? SFIക്കാർ വിളിച്ചാൽ മാധ്യമങ്ങൾ എത്തണം. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ വിളിച്ചാൽ മാധ്യമങ്ങൾ പോകരുത്, അല്ലെ? അപ്പൊ അത് തന്നെ കാര്യം. നിങ്ങൾ പക്ഷം പിടിക്കേണ്ടതേ, അപ്പോ പിന്നെ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ എനിക്ക് മറുപടി ഇല്ല എന്ന് പറയാനുള്ള ഒരു മാന്യത കാണിക്കും. 17 മിനിറ്റായി. ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ചോദ്യം ചോദിച്ചാൽ മറുപടി ഉണ്ടെങ്കിൽ പറയൂ ശ്രീ അനിൽകുമാർ, അല്ലെങ്കിൽ എനിക്ക് മറുപടി ഇല്ല എന്ന് പറയും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ പറയും. മറുപടി കൃത്യമാണ്. നിങ്ങൾ എന്തിനു പക്ഷം പിടിക്കുന്നു എന്ന ചോദ്യം. ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ എന്തിനു പക്ഷം പിടിക്കുന്നു? ജ്യോതികുമാർ ചാമക്കാല, ഗോപികൃഷ്ണൻ കേൾക്കൂ. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാം. താങ്കൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ഞാനത് കൃത്യമായി മറുപടി പറയും. നിങ്ങളാണത് ജയിച്ചതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളാണ് SFIക്കാരെ കൊണ്ട് ഗവർണറെ തടയിച്ചതെന്ന് ഞാൻ പറയില്ല. നിങ്ങളാണ് ആ SFIക്കാരെ അവിടെ എത്തിച്ചതെന്നും അവരെ ഗവർണറെ തടയിച്ചതെന്നും അതിൻ്റെ പേരിൽ വീഡിയോ എടുത്തതെന്നും ഞാൻ പറയില്ല. കാരണം സ്വാഭാവികമാണ്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സംഘർഷം ഉണ്ടാകാറുണ്ട്, അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവരൊക്കെ അറിയിക്കാറുണ്ട്, ചാനലുകാർ അവിടെ പോകാറുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് അനിൽകുമാറിനെ പോലുള്ളവരൊന്നും മാനത്തുനിന്ന് പൊട്ടി വീണ സംഘടന ഒരുപക്ഷെ ആയിരിക്കാം സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ വന്നത്. ഏതായാലും അദ്ദേഹവും വിദ്യാർത്ഥി യുവജന രംഗത്തോട് വന്നിട്ടുള്ള ആളാണല്ലോ, അദ്ദേഹത്തിന് ഇത് അറിയേണ്ടതാണ്. ഒരുപക്ഷെ അറിയില്ലായ്മ നടിക്കുന്നതായിരിക്കാം. നോക്കൂ, ഇവിടെ എത്ര ഗൗരവമുള്ള ആക്ഷേപമാണ് താങ്കൾക്കെതിരെ, താങ്കളുടെ ചാനലിനെതിരെ അനിൽകുമാറിനെ പോലുള്ള ആൾ പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ സമരങ്ങളെല്ലാം ഷൂ എറിയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ചെയ്യിച്ചത് 24 ചാനലാണ് എന്ന് പറഞ്ഞിട്ടും താങ്കൾ ഒരു അക്ഷരം വേണ്ടിയില്ല എന്നുള്ളതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഏതായാലും താങ്കളുടെ ഊഴത്തിൽ താങ്കൾ അത് തിരുത്തുമായിരിക്കാം. അവിടെ നിൽക്കട്ടെ. ഞാൻ അപ്പോൾ തന്നെ തിരുത്തിയിട്ടുണ്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അപ്പോൾ തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഓക്കെ വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എപ്പോഴാണ് കാസർഗോഡ് ജില്ലയിൽ ഈ പറഞ്ഞ താങ്കൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു, 18 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് താങ്കൾ മറക്കരുത്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഈ നവകേരള യാത്ര പോയപ്പോൾ ഒരു അത്യാഹിത സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിലേക്ക് കടന്നപ്പോൾ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അകാരണമായി പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും അവർക്ക് ഭക്ഷണം പോലും നൽകാതെ, വെള്ളം പോലും നൽകാതെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചപ്പോൾ സ്വാഭാവികമായ പ്രതികരണം എന്ന നിലയിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു. അവർ ആ റോഡിൽ ഇറങ്ങുന്ന 2-3 ചെറുപ്പക്കാർ അവർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കാണിച്ചപ്പോൾ തുടങ്ങിയ പ്രതിഷേധമാണ് ഈ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ ചെടിച്ചട്ടി വെച്ചും അവരെ ഹെൽമറ്റ് വെച്ചുമൊക്കെ തകർത്തത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും. മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുമ്പിൽ അന്നു മുതൽ ഇന്ന് വരെ നിൽപ്പുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നുവെന്നും അത് ശ്ലാഘനീയമാണെന്നും അത് ആവർത്തിക്കേണ്ടതാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് എൻ്റെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പരിപാടിയാണ്, അതിന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്, പോലീസ് നോക്കിക്കൊള്ളും, DYFIക്കാരോ SFIക്കാരോ ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന ഉത്തരവാദിത്വപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സ്റ്റേറ്റ്മെൻറ്റിന് പകരം അവരെ എൻഡോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ ഇത് ചെയ്തുകൊള്ളൂ എന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ ഒരു മനോനില, അദ്ദേഹത്തിൻ്റെ ഇതിനോടുള്ള ഒരു ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി, ഇതൊക്കെ നമ്മളവിടെ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ മുതൽ ആരംഭിക്കുന്നതാണ് ഈ പ്രശ്നം, അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ അകാരണമായി പോലീസ് തല്ലിച്ചതച്ചപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് പിടിച്ചു മാറ്റുന്നതാണ്. അവർ വാഹനത്തിന് മുന്നിലേക്ക് ആത്മഹത്യ ശ്രമിച്ചു വന്നപ്പോൾ ഞാൻ പിടിച്ചു മാറ്റുന്നതാണ് കണ്ടത്. ബാക്കി ഞാൻ കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഉത്തരം കിട്ടാതെ പോകും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അത് മാത്രമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ അംഗരക്ഷകന്റെ ജോലിയാണ് എന്നെ സംരക്ഷിക്കുക, എന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ആ കൃത്യനിർവഹണമാണ് അവിടെ കണ്ടതെന്നാണ് അദ്ദേഹം. നെടുങ്കണ്ടത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ കാര്യം അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. നെടുങ്കണ്ടത്ത് ഒരു പത്ര ഫോട്ടോഗ്രാഫർ വരുമ്പോൾ അത് അസ്വാഭാവികമായ ഒരു വരവാണ് അവിടെ തടഞ്ഞു നിർത്തി. താങ്കൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്.
ഞാൻ കേട്ടു. ഞാൻ അതിലേക്കാണ് വരുന്നത്, നേരെ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്ന വിഷയം. അങ്ങനെ പാടില്ല, അങ്ങനെ ചെടിച്ചട്ടി എടുത്ത് അടിക്കാൻ പാടില്ല, അങ്ങനെ ഹെൽമെറ്റ് വെച്ച് അടിക്കാൻ പാടില്ല, അവർ പ്രതിഷേധിച്ചോട്ടെ, അവർ കരിങ്കൊടി കാണിച്ചു കൊള്ളട്ടെ എന്നൊരു നിലപാട് മുഖ്യമന്ത്രി എടുത്തിരുന്നെങ്കിൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നുകൊണ്ട് തീരുമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ അവരെ പ്രകോപിപ്പിച്ച് പിന്നെ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് ഇനിയും നിങ്ങൾ അടിക്കണം എന്ന് അവർക്ക് ഉത്തേജനം നൽകി ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന കാര്യത്തിൽ തർക്കമില്ല. തുടർന്ന് ഏറ്റവും അവസാനം നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഏറ്റവും അവസാനം ഇടുക്കിയിൽ വന്ന താങ്കൾ സൂചിപ്പിച്ച മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ചു തള്ളുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് തന്നെയാണല്ലോ. മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളുമ്പോൾ മുഖ്യമന്ത്രിയുടെ തൊട്ട് പിറകിലുള്ള റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന MLA മന്ത്രി അദ്ദേഹം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി നോക്കി ഒരു ചിരിയൊക്കെ ഒരു പാസ്സാക്കി ഗംഭീരമായിട്ടുണ്ടാ മോനെ നീ ചെയ്ത പ്രവൃത്തികൾ എന്ന പിന്നെ അദ്ദേഹം വന്നതിനാണ് ജില്ലാ സെക്രട്ടറി ഒരു ബൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അവിടെയും മാധ്യമപ്രവർത്തകരുടെ കഴുത്തിന് പിടിച്ച് തള്ളുന്ന ഒരു സാഹചര്യം. എനിക്ക് അവിടെ ഒരു പരാതിയുണ്ട് ഗോപികൃഷ്ണൻ. ഞങ്ങളെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട് നിങ്ങളെന്താ പ്രതികരിക്കാത്തതെന്ന്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, KUWJ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതൊഴിച്ചാൽ നിങ്ങൾക്കും ഒരു നടപടി സ്വീകരിക്കാമായിരുന്നു. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തനെ കൈയേറ്റം ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ അവിടെ തീരുമാനിക്കുന്ന പ്രശ്നം. നിങ്ങൾ അതിന് തയ്യാറായില്ല എന്നൊരു പരാതിയും എനിക്കുണ്ട്. ഏതായാലും അതിൻ്റെ വ്യക്തിപരമായ പരാതിയായിട്ട് നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഇന്നലെ ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? ആലപ്പുഴയിൽ 2 ചെറുപ്പക്കാർ, ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഒരാൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്. ആ 2 ചെറുപ്പക്കാർ, 2 വിദ്യാർത്ഥികൾ അവർ കരിങ്കൊടി കാണിച്ചു. നമ്മളെല്ലാം കണ്ടുപിടിക്കല്ലേ. അവർ കരിങ്കൊടി കാണിക്കുമ്പോൾ ഒരു SIയും ഒരു ASIയും 2 പോലീസുകാരും ചേർന്ന് കാക്കിയിട്ട ലോക്കൽ പിന്നെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട അവർ പിടിച്ചു മാറ്റി അവരെ ഒരു കടയുടെ മൂലയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവിടെ ആ ഇഷ്യൂ കഴിഞ്ഞു. എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷം ഈ 4-5 പോലീസുകാരുടെ കയ്യിലേക്ക് അവർ പിന്നെ കീഴടങ്ങപ്പെട്ടു, അവരെ മാറ്റി നിർത്തുന്നു. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തൊട്ടുപിറകിൽ വന്നിട്ടുള്ള വാഹനത്തിൽ നിന്ന് 3-4 പേർ കമാൻഡോസിൻ്റെ വേഷം ധരിച്ചവനുണ്ട്, വെള്ള ഷർട്ടിട്ട അനിൽ എന്ന് പറയുന്ന ക്രിമിനലുണ്ട്, അവരിറങ്ങി തലങ്ങും വിലങ്ങും അടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, ഒരു മന്ത്രിയുടെ ഗൺമാൻ എവിടെയാണ് ഉണ്ടാകേണ്ടത്? അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാകണം, മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കണം. മുഖ്യമന്ത്രിയിലേക്ക് ആരെങ്കിലും വന്നാൽ അവിടെ നിൽക്കാനാണ് അദ്ദേഹത്തിന് ജോലി. ഇവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് സാധാ പോലീസുകാർ തന്നെയാണ്. അവരത് ചെയ്തിട്ടുണ്ട്, അവരുടെ കസ്റ്റഡിയിലിരിക്കുകയാണ്. അവരെ ഉൾപ്പെടെ തള്ളിയിട്ടുകൊണ്ടാണ് ഈ ക്രിമിനലായ അനിൽ, അവൻ്റെ നേതൃത്വത്തിൽ, സന്ദീപിൻ്റെ നേതൃത്വത്തിൽ ഈ 2 ചെറുപ്പക്കാരെ ഇത്ര മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ളത്. വേറൊരുത്തവൻ സന്ദീപ്, അവനെ നമുക്കറിയാം, പൊട്ടക്കുഴിയിലുള്ള സന്ദീപ്, ഇവർ ഉൾപ്പെടെ ബാക്കിയുള്ള കമാൻഡോസ് വേഷത്തിൽ നടക്കുന്ന കൊടും ക്രിമിനലുകൾ. ഈ ക്രിമിനലുകളെ വെച്ച് വൈകുന്നേരം അടിച്ചിട്ട് വൈകുന്നേരം കണക്കെണ്ണി മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ആനന്ദലബ്ധി ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അനിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ ആ വിഷ്വൽസ് മാത്രം മതിയല്ലോ കേരളീയ സമൂഹത്തിന് ഇതേക്കുറിച്ച് ബോധ്യപ്പെടാൻ. അവരെന്താ ചെയ്തിട്ടുള്ളത്? ഒരു കരിങ്കൊടി എടുത്ത് കാണിച്ചു. അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഗൺമാനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ പൊസിഷൻ എവിടെയാണ് ഗോപികൃഷ്ണൻ? താങ്കളൊന്ന് പറയൂ. വേറൊരു വാഹനത്തിലാണോ യാത്ര ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ലാത്തി എടുത്ത് ഉപയോഗിക്കാൻ കഴിയും? അദ്ദേഹത്തിന് കൈവശം ഗണ്ണുണ്ട്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടൊപ്പമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ തൊട്ടുപിറകിലുള്ള വാഹനത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുക? കമാൻഡോസ് സ്വാഭാവികമായിട്ടും കമാൻഡോസ് മുമ്പിലും പിറകിലും പൈലറ്റും എസ്കോർട്ടും കമാൻഡോസ് തന്നെയാണ് പോകുന്നത്, സമ്മതിക്കുന്നു. പക്ഷേ ഗൺമാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പുറത്തിറങ്ങി മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്? ക്രമവിരുദ്ധമല്ലേ, ചട്ടവിരുദ്ധമല്ലേ, നിയമവിരുദ്ധമല്ലേ? അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് ഈ പ്രവർത്തകരെ അടിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹത്തെ ഈ ലാത്തി കൊണ്ടുവന്ന് ഈ പ്രവർത്തകരുടെ തലി തകർത്തത്? എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള ആ ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു. ഞാൻ കാണുമ്പോൾ മറ്റേ ആക്ഷനൊക്കെയാണ് കഥകളി കണ്ടെത്തുന്ന പോലെ ആക്ഷനൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമല്ലേ ഗോപികൃഷ്ണൻ? ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ക്രിമിനൽ മനസ്സാണ്. ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യൻ ഈ കേരളത്തിലില്ല, ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടാകില്ല. അത്തരത്തിൽ ആ ചെറുപ്പക്കാരെ തല തല്ലി പൊളിച്ചിട്ടും ഞാൻ അത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടതൊക്കെ വേക്കെ. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്, താൻ കാണാത്തതൊന്നും താൻ വിശ്വസിക്കില്ലെങ്കിൽ തനിക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ ഇനിയുമുണ്ട് എന്ന് മാത്രം മുഖ്യമന്ത്രി ഓർമ്മിക്കാൻ ഈ അവസരത്തിൽ സന്ദേശമാണ് മുഖ്യമന്ത്രി. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ചത് ഈ എന്തുകൊണ്ട്, അതായത് ഈ ഗവർണർക്കെതിരെ ആണെങ്കിലും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾക്കെതിരെ ഉപയോഗിക്കുന്ന അൺപാർലമെന്ററി വേർഡ്സിൻ്റെ കാര്യത്തിലാണ്. ഞാൻ ഈ ചർച്ചയിൽ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഗവർണർക്കെതിരെ എന്ന് മാത്രമല്ല ഒരാൾക്കെതിരെയും അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ നടത്തുന്നതിനോട് ഞാനോ ഈ ചാനലോ യോജിക്കുന്നില്ല. ഐ തിങ്ക് ഐ ഹാവ് മെയ്ഡ് മൈ സ്റ്റാൻഡ് ക്ലിയർ. പിന്നെ ഇടപെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹം പറയുന്നത് കേൾക്കുകയായിരുന്നു. ശ്രീ സന്ദീപ് വാര്യർ,
ഇനി നമ്മുടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം, ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒരേ നിലയിലുള്ള സുരക്ഷയാണ്, Z+ കാറ്റഗറി സുരക്ഷയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഈ പ്രതിഷേധക്കാർ തൻ്റെ ജീവൻ അപഹരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ സ്വാഭാവികമായും അംഗരക്ഷകർ ഇടപെടും. അതാണ് നെടുങ്കണ്ടത്ത് കണ്ടത്. ഇത് അദ്ദേഹം കണ്ടിട്ടില്ല, പക്ഷേ ഈ നടപടി അദ്ദേഹം സാധൂകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഗവർണർക്കെതിരെ SFI വലിയ പ്രതിഷേധവും ശക്തമായ സമരങ്ങളും നടത്തുകയാണ്. അന്ന് ഗവർണർ പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചപ്പോൾ വലിയ എതിർപ്പുണ്ടായി. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു ഗവർണർ. പക്ഷെ അദ്ദേഹം അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ സീമകൾ മറികടന്ന് അദ്ദേഹം പുറത്തിറങ്ങി പ്രതികരിച്ചു എന്നുള്ളത്. ഈ രണ്ട് സംഭവങ്ങളെയും താരതമ്യം ചെയ്ത് താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ കാണും? നോക്കൂ, ഇവിടെ ശ്രീ അനിൽകുമാർ ഏകദേശം 17-18 മിനിറ്റ് എടുത്ത് വളരെ ദീർഘമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പകുതി സമയമെങ്കിലും എനിക്ക് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം അങ്ങ് പറഞ്ഞതിലേക്ക് വരാം. അനിൽകുമാർ സംസ്ഥാനത്തിൻ്റെ ഗവർണർക്കെതിരെ അതിനിന്ദ്യമായ രീതിയിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള നിരവധി പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇവിടെ സംസാരിച്ചത്. ഞാൻ അതിനെയാണ് ആരംഭത്തിൽ തന്നെ എതിർത്തത്. അദ്ദേഹത്തിന് ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധമുണ്ടെങ്കിൽ, എതിർപ്പുണ്ടെങ്കിൽ അത് മാന്യമായ ഭാഷയിൽ പറയുന്നതിനോട് നമുക്കാർക്കും വിയോജിപ്പില്ല. പക്ഷേ ഇവിടെ ഗവർണറെ അസഭ്യം വിളിക്കുകയും അദ്ദേഹത്തെ വളരെ മോശമായ ഭാഷയിൽ ഒരു ചാനൽ ചർച്ചയിൽ പറയുകയും ചെയ്തത് വാസ്തവത്തിൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ളവർക്ക് വാസ്തവത്തിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നൽകുക. ഈ ഗവർണർ ഉൾപ്പെടെയുള്ള സ്ഥാനത്തിരിക്കുന്നവരെ എന്തും പറയാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞതിനോടുള്ള എൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞത് ഗവർണർ SFIക്കാരെ വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ SFIയുടെ ആളുകളെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചു, അവരെ ആക്ഷേപിച്ചു എന്നൊരു ആരോപണമാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിച്ചവർ, തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിച്ചവർ ക്രിമിനലുകൾ അല്ലാതെ മറ്റെന്താണ്? അവർക്കെതിരെ നിങ്ങളുടെ ഗവൺമെന്റ് ചുമത്തിയിട്ടുള്ളത് ക്രിമിനൽ ശിക്ഷാ നിയമം ഉള്ള വകുപ്പുകളല്ലേ? നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ ആ സമരത്തിൽ അല്ലെങ്കിൽ ഗവർണറെ തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത SFIക്കാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രാജ്യത്തെ ക്രിമിനൽ നിയമം അനുശാസിക്കുന്ന വകുപ്പുകളാണ്. കോടതി അവർക്ക് ജാമ്യം കൊടുത്തിട്ടുമില്ല. വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് പ്രഥമ ദൃഷ്ടി അവർ ചെയ്തിട്ടുള്ളതെന്ന് കോടതി പോലും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ക്രിമിനലുകൾ എന്നല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത്? പ്രത്യേകിച്ച് രാഷ്ട്രപതിയെയും ഗവർണറെയും അവരുടെ വഴി തടയുന്നതും അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് അവരെ വിലക്കുന്നതുമൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടാണ് 124 എന്നൊരു സെക്ഷൻ തന്നെ IPCയിലുള്ളത്. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും പ്രത്യേക ഒരു അവകാശമാണത്. അവരെ അങ്ങനെ തടയാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് സംസ്ഥാനത്തെ ഭരണഘടനാ പദവിയിലുള്ള ഭരണത്തലവനെതിരായി ആക്രമണം അഴിച്ചുവിടുകയാണ് തിരുവനന്തപുരത്ത് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ദീർഘകാലം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം. അദ്ദേഹം നിരവധിയായിട്ടുള്ള വധശ്രമങ്ങളെയൊക്കെ അതിജീവിച്ച് നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ മുൻനിരയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന SFIക്കാരെക്കാൾ കൂടുതലൊക്കെ സമര പാരമ്പര്യവും വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തന പാരമ്പര്യവും ഒക്കെ ഉള്ളയാളാണ്. മാത്രമല്ല നല്ല അക്കാഡമിഷ്യനാണ്. ഇവരെ പോലെ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായ ആളല്ല, വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി നേടിയ ആളല്ല. അദ്ദേഹത്തിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊണ്ട് രാജ്യത്തെ ഭരണതലത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വന്തമായിട്ടുള്ള ഒരു ഇടം നേടിയിട്ടുള്ള മനുഷ്യനാണ്. 404 MPമാരുടെ പിന്തുണയോടുകൂടി രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്ത് തന്റെ യുക്തിക്കനുസരിച്ചല്ലാത്ത ഒരു തീരുമാനം ഇന്ത്യൻ മുസ്ലിം വനിതകളുടെ അവകാശത്തെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി രാജീവ് ഗാന്ധി തുനിഞ്ഞപ്പോൾ തന്റെ മന്ത്രിസഭയിലെ തന്റെ സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് പുറത്തു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കയറി ക്രിമിനൽ എന്നോ തെമ്മാടി എന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റത്തെ മോശമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഗവർണറാണ് എന്നുള്ളത് കൂടി പരിഗണിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ജെയിൻ ഹവാല കേസിലെ ഡയറിയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരുണ്ടായിരുന്നുള്ളതാണ്. ജെയിൻ ഹവാല കേസിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് മാത്രമല്ല ഉണ്ടായിരുന്നത്, അതിൽ ശരത് യാദവിന്റെ പേരുണ്ടായിരുന്നു. ലെഫ്റ്റ് പാർട്ടികളോട് യോജിച്ച് നിൽക്കുന്ന നിരവധി നേതാക്കളുടെ പേരുണ്ടായിരുന്നു. അക്കാലത്തെ CPMന്റെ നിലപാടെന്തായിരുന്നു? ജെയിൻ ഹവാല കേസ് ബോഫേഴ്സ് കേസിന് ബദലായിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വിട്ടതാണ് എന്നൊരു നിലപാടല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്? ഇപ്പൊ എങ്ങനെയാണ് ജെയിൻ ഹവാല കേസ് നിങ്ങൾക്ക് വലിയ അഴിമതി കേസായി മാറിയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരത് യാദവിനെയൊക്കെ ഇതേ തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമോ? അവരെ ഇതുപോലെ അഭിസംബോധന ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഇടതുപക്ഷത്തോടൊപ്പം അക്കാലത്ത് ചേർന്ന് നിന്നിരുന്ന നേതാക്കളുടെ പേരും ജെയിൻ ഹവാല ഡയറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അനിലിന് ഓർമ്മയില്ലാത്തതാകും, അല്ലെങ്കിൽ പഴയ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തതുകൊണ്ടാവും. ഇനി ഏതെങ്കിലും ഡയറിയിൽ പേരുള്ളത് കൊണ്ട് ഒരാൾ തെമ്മാടിയും ക്രിമിനലും ആകുമെങ്കിൽ കരിമണൽ കർത്തായുടെ പറ്റുബുക്കിൽ പേരുള്ള PVയും വീണ വിജയനും ഒക്കെ എന്താണ് അനിലെ? നിങ്ങൾ എന്ത് പേരിട്ട് അവരെയൊക്കെ വിളിക്കാൻ പോകുന്നത്?
കരിമണൽ കർത്തയുടെ പറ്റുബുക്കിൽ പേരുണ്ടല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ. അവരെയൊക്കെ നിങ്ങൾ ക്രിമിനൽ എന്ന് വിളിക്കോ, തെമ്മാടി എന്ന് വിളിക്കോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചു കാണിക്കുക. പിന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് മുഴുവൻ കടക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം ഇവിടെ ഗൺമാനുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് ഗൺമാനെ വരെ ഭയമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ? ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ടല്ലോ, ഗൺമാനെ ഭയന്നുകൊണ്ട് തന്റെ റൂമിന്റെ സാക്ഷ ഇട്ട ശേഷം കിടന്നുറങ്ങിയിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ സാക്ഷി ഇടുന്നത്? കിടന്നുറങ്ങുമ്പോൾ എന്തിനാണ് അകത്തുനിന്ന് പൂട്ടുന്നത്? ഗൺമാനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആരെയും അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ എന്നാണ് അന്ന് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. അപ്പൊ പിണറായി വിജയൻ ആത്യന്തികമായി ഒരു ഭീരുവാണ്. അതുകൊണ്ടാണ് Z+ കാറ്റഗറിയിൽ 40-ലധികം കമാൻഡോസിന്റെ പിന്തുണയോടുകൂടി ഈ മനുഷ്യൻ നടക്കുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ സുരക്ഷ ഏറ്റവും അത് നോക്കുക എന്നുള്ളതാണ് എന്റെ ഗവൺമെന്റ് ഉത്തരവാദിത്തം. അത് താങ്കൾ യോജിക്കുന്നുണ്ടല്ലോ. ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്തതെന്നതാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. അതിനെ എങ്ങനെ കാണുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല ഗവൺമെന്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സംരക്ഷണം കൊടുക്കുന്ന VIP-യുടെ ശരീരത്തിലേക്ക് ആ VIP-യുടെ ജീവന് ഭീഷണി വരുന്ന ഒരു ഘട്ടത്തിൽ ഇടപെടുകയും സംരക്ഷണം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവാദിത്തം. പക്ഷേ ഇവിടെ ഗവൺമെന്റ് ചെയ്തത് പിണറായി വിജയന്റെ ശരീരത്തിന് നേരെ വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തെ ചെറുക്കുകയാണോ ചെയ്തതല്ല. നമ്മളെല്ലാവരും കണ്ടതാണ്. അയാൾ മറ്റൊരു വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി ലാത്തി കൊണ്ട് ആക്രമിക്കുകയാണ്. ഈ യുവജന രാഷ്ട്രീയ പ്രവർത്തകരെ തലമണ്ട തല്ലിപ്പൊളിക്കുകയാണ്. അപ്പൊ ഗൺമാൻ എന്ന പദവിക്ക് അപ്പുറമുള്ള ചില പരിപാടികളാണ് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ അത് പിണറായി വിജയന്റെ തന്നെ കീഴിലുള്ള ലോക്കൽ പോലീസ് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പൊ സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രി പരാജയപ്പെട്ടു എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ലോക്കൽ പോലീസിന് ആ കാര്യങ്ങൾ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് ഗൺമാൻ തന്നെ ലോക്കൽ പോലീസിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വടിയെടുത്തുകൊണ്ട് യുവജന പ്രവർത്തകരെ തലമണ്ട തല്ലിപ്പൊളിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന തുല്യമാണ്. നോക്കൂ, ഇവിടെ ആഭ്യന്തര വകുപ്പ് പരാജയമാണല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ സാധാരണക്കാരായ ചെറുപ്പക്കാരെ തലമണ്ട തല്ലിപ്പിടിക്കാൻ നിൽക്കുന്നു. മറുവശത്ത് CPM-ന്റെ യുവജന സംഘടനയിൽപ്പെട്ട ഒരാൾ ബലാത്സംഗ കേസിൽ ഒരു ചെറിയ കുട്ടിയെ 6 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് നിസ്സാരമായി കോടതിയിൽ നിന്ന് ഊരിപ്പോരുകയാണ്. എന്തുകൊണ്ട്? പോലീസിന്റെ തന്നെ വീഴ്ച കൊണ്ട്. കോടതി എന്താ പറഞ്ഞത്? ഈ പോലീസിന്റെ അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ച കൊണ്ട് പോലീസിന് ആ കുറ്റം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് മാത്രം പ്രതിയെ വെറുതെ വിടുന്നു എന്ന് കോടതിക്ക് പറയേണ്ടി വന്നല്ലേ? കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാർ, അമ്മമാർ, സ്ത്രീകൾ, അവരുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടിയിട്ടല്ലേ ആ വിധിയെ കണ്ടത്? ഈ സംസ്ഥാന സർക്കാരല്ലേ അതിന് ഉത്തരവാദി? സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പല്ലേ അതിന് ഉത്തരവാദി? അപ്പൊ പോലീസ് ഒരു സ്ഥലത്ത് സാധാരണക്കാരന് സംരക്ഷണം ഒരുക്കേണ്ട, സാധാരണക്കാരായ വ്യക്തികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് ആ പണി ഒന്നും ചെയ്യാതെ, ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ പണി ഒന്നും ചെയ്യാതെ മറുവശത്ത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾക്ക് സംരക്ഷണം ഒരുക്കുക മാത്രമാണ് അവരുടെ പണി. എന്താണ് ഇതിന് മാത്രം സുരക്ഷ കൊടുക്കേണ്ട കാര്യം? എന്താണ്? 2 കരിങ്കൊടി കാണിക്കുമ്പോഴേക്ക് തലമണ്ട തല്ലിപ്പൊളിക്കേണ്ട കാര്യം എന്താണ്? ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ UDF-ന്റെ ഇരട്ടത്താപ്പ് കൂടി പറയാതെ പോകാതിരിക്കാൻ വയ്യ. ഇവിടെ VD സതീശൻ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മർദ്ദനമേറ്റപ്പോൾ എന്താ പറഞ്ഞത്? ഇനി മർദ്ദനമേറ്റ് കഴിഞ്ഞാൽ MLA-മാർ തെരുവിലിറങ്ങും, MLA-മാരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി കാണിക്കും. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോടുണ്ടായല്ലോ, മലപ്പുറത്തുണ്ടായല്ലോ, എറണാകുളത്തുണ്ടായല്ലോ, ആലപ്പുഴയിലുണ്ടായല്ലോ. ഇവിടെയൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരെ പലരെയും ഈ തെരുവിലേക്ക്, കനാലിലേക്ക് തള്ളിവിടുന്നതൊക്കെ ഉണ്ടായല്ലോ. എവിടെ സതീശന്റെ നേതൃത്വത്തിലുള്ള MLA-മാർ? എവിടെ? എന്തേ യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വരാത്തത്? അപ്പൊ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരാളും സംരക്ഷിക്കാൻ വരുന്നില്ല. ഇവിടെ നടക്കുന്നത് മുഴുവൻ പിണറായി വിജയന്റെ ഈ പരിപാടിക്ക് അത്യാവശ്യം PR വർക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി UDF-ഉം LDF-ഉം ചേർന്നുള്ള ഒരു കളിയാണോ എന്ന് കേരളം സംശയിച്ചാൽ നമുക്ക്. ശരി സന്ദീപ്, ഞാൻ വരാം. ഞാൻ അഡ്വക്കേറ്റ് K. അനിൽകുമാറിനോട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും എനിക്ക് വരാനുണ്ട്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഇപ്പൊ കണ്ണൂർ പഴയങ്ങാടിയിൽ ഈ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയടിച്ച് പൊട്ടിച്ച ഈ DYFI പ്രവർത്തകർക്ക് മാടായി ഏരിയ കമ്മിറ്റി സ്വീകരണം നൽകുന്നു. ഇവിടെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗവൺമെന്റ് ആ പ്രവർത്തികൾ മുഖ്യമന്ത്രി കാണുന്നുമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് അംഗരക്ഷകർ എന്ന നിലയിൽ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ ഇത്തരം സമരങ്ങളൊക്കെ കണ്ട് ആനന്ദിക്കുന്ന ഒരാളാണ്. എനിക്കൊന്നും പരിചയമില്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു. 1986 ആഗസ്റ്റ് 5-നാണ് കോട്ടയത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ച സമരമായിരുന്നു മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കുക. തച്ചടി പ്രഭാകരനെയാണ് ഞങ്ങൾ കരിങ്കൊടി കാണിച്ചത്. അന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കോട്ടയത്തെ ലോക്കപ്പിലിട്ട് പാതിരാത്രി മുഴുവൻ ബോധം കെടുന്നവരെ തല്ലുകിട്ടിയ ഒരാളാണ് ഞാൻ. നിങ്ങളിപ്പോൾ ഈ കണ്ട ഗവൺമെൻറ് പ്രയോഗമൊന്നുമല്ല എനിക്കിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നൊരു മന്ത്രിയായിരുന്ന P. രാജീവിനെ എങ്ങനെയാണ് കരുണാകരൻ്റെ പോലീസ് കൈകാര്യം ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്.
നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നപ്പോൾ ഗൺമാൻ്റെ കയ്യിൽ തോക്ക് എന്തിനാണ്? അത് കാക്കയെ വെടിവെക്കാനല്ല എന്ന് പ്രഖ്യാപിച്ചത് KPCCയുടെ പ്രസിഡൻ്റാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ചാമക്കാല പറയുന്നുണ്ട് ഗൺമാൻ്റെ സ്ഥാനം എവിടെയായിരുന്നു, എവിടെയായിരിക്കണം. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഗൺമാൻ സലിം രാജിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? ഞങ്ങൾ അങ്ങനെയല്ല ഗൺമാന്മാരെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ശരിയാവണ്ണം നിലപാടെടുക്കുമ്പോൾ കാണേണ്ടത് എവിടെ എക്സസസ് ഉണ്ടായാലും എക്സസസ് ഉണ്ടോ. എന്താണ് ഇന്നത്തെ പ്രശ്നം? കേരളത്തിലെ ഗവർണർ അദ്ദേഹത്തിന് ആവശ്യത്തിലേറെ സംരക്ഷണമാകാം, കൊടുക്കണം. പിന്നെ പ്രധാനമന്ത്രി അതും സംരക്ഷണം കൊടുക്കണം. പിണറായി വിജയന് മാത്രമാവില്ല. പിണറായി വിജയനെ ഓട് വിളിച്ച് വന്നയാളാണ്. 60 കിലോമീറ്റർ വേഗതയിൽ ഒരു ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്, മന്ത്രിമാർ ഉൾപ്പെടെ. അതിൻ്റെ മുന്നിലേക്ക് തലങ്ങും വിലങ്ങും ചാടി ഡാൻസ് കളിക്കാൻ വരിക, ഷൂ എറിയുക, വേറെ കുറേ പരിപാടികൾ നടത്തുക. ഇവരാരൊക്കെ വരുന്നു, എവിടെ നിന്നൊക്കെ വരുന്നു, എപ്പോൾ ഒക്കെ വരുന്നു ആർക്കെങ്കിലും അറിയാവും? അങ്ങനെ വരുമ്പോൾ എന്ത് വരും? അവിടെ യാത്ര ചെയ്യുന്ന, കൂടെ യാത്ര ചെയ്യുന്ന പോലീസ് ഫോഴ്സ്, അത് അംഗരക്ഷകരാവാം അല്ലാത്തവരാവാം, അവരാശങ്കയിലാണ് എവിടെ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക. സ്വാഭാവികമായൊരു സംഭവം ഉണ്ടായാൽ അവരവരുടേതായ നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യും. ആ കൈകാര്യം ചെയ്തതിന് മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? അല്ല, എൻ്റെ കൂടെ വരുന്നവർ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് അപ്പം നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ? ഒരു മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാനാവില്ല. അദ്ദേഹം യാത്ര ചെയ്യുന്നു, സംരക്ഷണം ഒരുക്കേണ്ടവരാണ്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വന്നാൽ അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾ വരും. അപ്പോൾ അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾ വന്നാൽ അതിനെല്ലാം ഉത്തരവാദിത്തമുണ്ടോ? ഇപ്പം ഇവിടെ സ്വീകരണം കൊടുത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, സ്വീകരണം കൊടുത്തു എന്നുള്ള വസ്തുതയാണ്. അതിന് കാരണം എന്താണ്? അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടാൻ പോയപ്പോൾ വട്ടം കെട്ടി പിടിച്ചിരിക്കുന്നുണ്ടോ, അതാണ് രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ഇന്ന് വേറൊരു വിഷ്വൽ കണ്ടു. മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ എതിർ സൈഡിൽ നിന്ന് വണ്ടിയുടെ മുന്നിലേക്ക് വരുന്നു. 2 പോലീസുകാരും 2 പൊതുപ്രവർത്തകരും ചേർന്ന് അയാളെ തള്ളി താഴേക്കിടുന്നു. വേണമെങ്കിൽ തള്ളി താഴെയിട്ട് ക്രൂരമായ കുറ്റകൃത്യം എന്ന് പറയാം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തക ഷൂ എറിഞ്ഞ കേസിൽ കൈ കാണിക്കുന്നത് കണ്ടു. 24ൻ്റെ റിപ്പോർട്ടർ അല്ലെങ്കിൽ ഞാൻ പിൻവലിക്കാം കേട്ടോ, ഞാനത് തെറ്റാണ്, ഐ വിൽ വിഡ്രോ. പക്ഷെ ഞാൻ കണ്ടത് 24 ആയിട്ട് എൻ്റെ ധാരണ. അല്ലെങ്കിൽ വിഷ്വൽ കൊണ്ട് നിങ്ങൾക്കതെല്ലാം തെളിയിക്കുക, ഞാൻ കണ്ട വിഷ്വൽ അതാ. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർക്ക് ഇതറിയാം. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം എന്താണ്? ഇടുക്കിയിൽ മാധ്യമപ്രവർത്തകർ പ്ലാൻ ചെയ്ത് സംഭവം ഉണ്ടാക്കി. എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിനകത്ത് ഈ നവകേരള സദസ്സിനെതിരായി? ഞങ്ങൾ പറയുന്നത് സ്വപ്നം വെളിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ വിമാനത്തെ കയറി. എന്ത് വെളിപ്പെടുത്തൽ? എന്നിട്ട് എവിടെ പോയി? 6 കോടി രൂപ അവർക്ക് പിഴയടിച്ചിരിക്കുന്നത്. ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിക്കുന്നു. എന്ത് കാര്യത്തിന്? നവകേരള സദസ്സ് എന്ത് കാര്യത്തിന് അവരുടെ സമരം? നിങ്ങൾ സമരം പ്രഖ്യാപിച്ചു. SFI ഇന്ന് ഗവർണർക്കെതിരെ സമരം പ്രഖ്യാപിച്ചു. ഗവർണർ പറഞ്ഞു കരിങ്കൂട് കണ്ടാൽ ഞാൻ കുഴപ്പക്കാരനാണ്, എനിക്ക് ഭ്രാന്തളകും. അപ്പോൾ അദ്ദേഹത്തിന് മുന്നേ കരിങ്കൂട് കാണിച്ചു കൊടുത്തു. 500 പിള്ളേർ അവിടെ നിൽപ്പുണ്ട്. വേറെ റോഡിൽ വേറെ 500 പേര് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 1000-ഓളം പേര്, 1000-കണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗവർണറെ കരിങ്കൂട് കാണിക്കും. അതിന് പേര് തല്ല് കിട്ടിയാൽ ഞങ്ങൾ അയ്യോ തല്ലിയേ നിലവിളിക്കത്തില്ല. തല്ലൊക്കെ കിട്ടിക്കൊണ്ട് ഈ സമരങ്ങളൊക്കെ നടക്കുന്നേ. അതിൻ്റെ ഭാഗമായിട്ട് വന്ന കേരളത്തിന് വേണ്ടി ഒഴുക്കപ്പെട്ട ചോരയാണിത്. ലോകത്തിൻ്റെ മോചനത്തിനായി ഒഴുക്കപ്പെട്ട രക്തമാകുന്നു എന്ന് ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്ന പോലെ ഈ കേരളത്തെ കാവുവൽക്കരിക്കുന്നതിനെതിരായി നടത്തിയ പോരാട്ടത്തിൽ ഒഴുക്കപ്പെട്ട രക്തമാകുന്നു ഇത്, അനുഭവിക്കുന്ന പീഡനമാകുന്നു ഇത് എന്ന് കേരളത്തിൽ SFIയെക്കുറിച്ച് കേരളത്തിൻ്റെ മതനിരപേക്ഷ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒഴുക്കലാണ്. ആ ചോര ഒഴുകുന്ന ഞങ്ങൾക്ക് അഭിമാനമാണ്. നിലവിളിക്കുന്നില്ല ഞങ്ങൾ. ശരി, ശ്രീ അനിൽകുമാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 1-2 കാര്യങ്ങളൊന്ന് വ്യക്തത വരുത്തിക്കോട്ടെ. ഒന്ന്, താങ്കൾ ഇവിടെ പരിലാളനം കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരൊറ്റ കാര്യം വ്യക്തത വരുത്തിക്കോട്ടെ. ഇവിടെ താങ്കൾ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിൽ, ഇപ്പോൾ താങ്കളുടെ ബോധ്യം എന്ന നിലയിൽ താങ്കൾ പറഞ്ഞത് ബോധ്യമായിരിക്കും, ഞാൻ അതിനെ എതിർക്കുന്നില്ല. 24ൻ്റെ റിപ്പോർട്ടർക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഒരു സമരം, ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയിക്കാറുണ്ട്. നിങ്ങളൊരു സമരം നടത്തുമ്പോൾ, ഒരു പ്രതിഷേധം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അറിയിക്കുകയും അവരത് വന്ന് ലോകത്തെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ജോലി. SFI ഗവർണറെ തടയുന്ന സമയത്തും ഇതേപോലെ വിവരങ്ങൾ അറിഞ്ഞു തന്നെയാണ് മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയത്, കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതാണ് അവരുടെ ജോലി. അറിയുന്നവരുണ്ടാകാം ആ കൂട്ടത്തിൽ, പരിചയക്കാരുണ്ടാകാം ആ കൂട്ടത്തിൽ, വിവരങ്ങൾ നൽകുന്നവരുണ്ടാകാം ആ കൂട്ടത്തിൽ. കഴിഞ്ഞ സോളാർ കേസിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് ചർച്ചകൾ കേരളത്തിൽ ഇതേപോലെ ചർച്ചകൾ നടക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും മാധ്യമപ്രവർത്തകർക്ക് നൽകിയതെന്നുള്ളത്. അതും സംഭവിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മാത്രം സുരക്ഷ പാടില്ലേ എന്ന്. ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന താങ്കൾ പറയുന്ന ഈ ഉദാത്തമായ SFIയുടെ സമരത്തിൽ SFI പ്രവർത്തകരെ, ഇതേ അംഗരക്ഷകരെ കൊണ്ട്
ഈ ഗവർണർ തല്ലിച്ചതച്ചാൽ അതിനെ താങ്കൾ അംഗീകരിക്കും എന്നാണോ താങ്കൾ ഈ പവിത്ര രക്തം എന്നൊക്കെയുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത്? അതൊന്ന് വ്യക്തത വരുത്തിയാൽ കൊള്ളാം. പിന്നെ മുഖ്യമന്ത്രി കടന്നു പോയ ശേഷം ലോക്കൽ പോലീസ് പിടിച്ചു വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് വടിയെടുത്തടിച്ചതിന്റെ ഔചിത്യം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ പഴയങ്ങാടിയിലെ സംഭവം, അത് കൈ വട്ടം ചുറ്റി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നില്ല, ചെടിച്ചട്ടിയും ഹെൽമറ്റും എടുത്ത് തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ, താങ്കൾക്ക് അറിയാമല്ലോ. അവരെയാണ് ഹാരമണിയിച്ച് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിങ്ങളാണ് തുറന്നു കാട്ടപ്പെടുന്നത്. എന്താ പ്രശ്നം? SFI ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നത് പ്രഖ്യാപിച്ചു. ഇതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ട്, നിങ്ങൾക്ക് തർക്കിക്കേണ്ട, എനിക്ക് തർക്കമില്ല. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അപ്രഖ്യാപിതമായ ഒരു ഒളിപ്പോരാണ് നവകേരള സദസ്സിനെതിരായി നടക്കുന്നത്. ഗവർണർക്കെതിരായി നടക്കുന്ന പ്രഖ്യാപിക്കപ്പെട്ട സമരമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ നിൽക്കുമെന്ന് പറയും. നിങ്ങൾ വരും. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ SFIക്കാർക്കെതിരെ കൊടുത്ത വകുപ്പ് ചെറുതായിപ്പോയി. ഗവർണർക്ക് വേണ്ടത്ര പരിരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. ഇതല്ലേ നിങ്ങളുടെ വാർത്ത? നിങ്ങൾ തല്ലുകൊള്ളുന്ന SFIക്കാർക്ക് അനുകൂലമായിട്ടല്ല വാർത്ത കൊടുക്കുന്നത്. മറുഭാഗത്ത് എന്താണ്? മുഖ്യമന്ത്രിക്കെതിരെ ഒളിപ്പോരും നടത്തുകയും ഷൂ എറിയുകയും ചെയ്യുമ്പോൾ ആ ഷൂ എറിഞ്ഞവർക്ക് കൈ ടാറ്റ കൊടുക്കുകയാണ്. ഞാൻ കണ്ടത് ടാറ്റ കൊടുക്കുന്നതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഷൂ എറിയുന്നൊരു സംഭവം ഉണ്ടായാൽ ദുഃഖിക്കുന്ന ഒരാളുകളെയാണ് നമ്മൾ കാണുക. മാധ്യമപ്രവർത്തകർ സന്തോഷിച്ചുകൊണ്ട് ടാറ്റ കൊടുക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകർക്ക് ആ വിഷ്വൽ കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും. അല്ല, മാത്രമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എതിർപ്പും വിയോജിപ്പും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഉണ്ടാകും എന്നതിന്റെ അർത്ഥപൂർണമായ രീതിയിൽ തന്നെ അതിനെ കണ്ടാൽ മതി. അത് മുഖ്യമന്ത്രിക്കെതിരായാലും ശരി, പ്രധാനമന്ത്രിക്കെതിരായാലും ശരി, ഏത് ഭരണാധികാരിക്കെതിരായാലും ശരി, അതിനുകൂടി ഉള്ള പേരാണല്ലോ ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത്. തല വെച്ചാൽ മതി. എന്റെ തലയിലുമുണ്ട്, എന്റെ സഹപ്രവർത്തകരുടെ തലയിലുമുണ്ട്, ഈ പണി ചെയ്യുന്നവരുടെ തലയിലുമുണ്ട്. ആ ഷൂ എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, ആ ഷൂ എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കാനുള്ള ഷൂ അല്ല. അത് നിങ്ങളുടെ തലയിൽ വെച്ചാൽ മതി. ആ ഷൂ നിങ്ങളുടെ തലയിൽ നിന്ന് വന്ന ഷൂ ആണെന്ന് ഇപ്പോൾ മനസ്സിലായി. മാധ്യമപ്രവർത്തകരുടെ തലയിൽ നിന്ന് വന്ന ഷൂ ആണെന്ന് മനസ്സിലായി. എന്താ കാരണം? നിങ്ങളുടെ വിഷ്വൽ കിട്ടാൻ നിങ്ങൾ തയ്യാറാക്കിയ ഷൂ അല്ലേ അത്? അതുകൊണ്ടല്ലേ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് സന്തോഷമായിട്ട് കൈ പൂക്കണത്? നിങ്ങളുടെ തലയിൽ നിന്ന് വന്ന ഷൂ ആണ് അവിടെ എറിയപ്പെട്ടത്. അതിനാണ് നിങ്ങളുടെ വിഷമം നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ചോദ്യത്തിന് മറുപടി പറയാതെ പുതിയ വലിയ സിദ്ധാന്തം ഉണ്ടോ ഇനി അവതരിപ്പിക്കാൻ? യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചൊതുക്കുന്നതും ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ലാത്തി വീശുന്നതിനുമൊക്കെ എല്ലാത്തിനുമുള്ള സിദ്ധാന്തമായോ? എല്ലാത്തിനുള്ള ഒരു കോൺസ്പിറസി തിയറി ആയോ? അടുത്ത വ്യാജം എന്താണ്? ഗോപികൃഷ്ണൻ പറഞ്ഞ അടുത്ത വ്യാജം എന്താണ്? ഗോപികൃഷ്ണൻ പറഞ്ഞ അടുത്ത വ്യാജം കൂടെ ഞാൻ പൊളിച്ചു തരാം. എന്താ ഗോപികൃഷ്ണൻ പറഞ്ഞത്? നവകേരള സദസ്സ് ബസ്സിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നൊരു വാഹനം, അതിലാണ് ഈ ഗൺമാൻ അനിൽ സഞ്ചരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ്റെ വാദം എന്താണ്? നവകേരള ബസ് വളരെ വേഗതയിൽ വരികയാണ്, അതിന് പിന്നാലെ വരുന്ന വാഹനം നിർത്തുന്നു. അപ്പോൾ തൊട്ട് പിന്നാലെ വരുന്ന വാഹനം എന്തിനാണ് നിർത്തേണ്ടി വന്നത്? ആരൊക്കെയാണ് അവിടെ മുഖ്യമന്ത്രിക്കെതിരായി വാഹനത്തിനെതിരായി വന്നതെന്ന് അവർക്കറിയാമോ? അവർക്കറിയില്ല. അവരവിടെ ഉണ്ടായ സംഘർഷത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആ ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കാണുന്നത്, ആദ്യത്തെ അടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റോഡിൽ വെച്ചാണ്. നിങ്ങൾ പറയുന്ന പോലെ കടയുടെ മൂലയ്ക്ക് മാറ്റി നിർത്തിക്കുമ്പോഴല്ല. കടയുടെ മൂലയ്ക്കേക്ക് മാറ്റി നിർത്തുമ്പോൾ മറ്റ് രണ്ടാളുകൾ വന്ന് അടിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ വ്യക്തി അടിക്കുന്നത് ആദ്യത്തെ അടി റോഡിൽ വെച്ചാണ്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. ആ വിഷ്വൽ വീണ്ടും കാണിച്ച് ആർക്കും മനസ്സിലാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഏതെങ്കിലും ബലപ്രയോഗം നല്ലതാണ്, ആരെങ്കിലും തല്ലുകൊണ്ടും നല്ലതാണ് എന്ന് തല്ലുകൊണ്ട ഒരാൾ ഞാൻ പറയത്തില്ല. പക്ഷേ എന്ത് വേണം? നമ്മളൊരു പൊതുപ്രവർത്തകരാണെങ്കിൽ രണ്ട് കാര്യത്തിൽ സത്യസന്ധത വേണം. നിങ്ങൾ സമരം പ്രഖ്യാപിച്ചാൽ പോലീസിന് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ പറ്റും. ഇപ്പോൾ കേരള പോലീസിന് സംരക്ഷണം തരാം. കോൺഗ്രസ് സമരം പ്രഖ്യാപിക്കട്ടെ, MLA സമരം പ്രഖ്യാപിക്കട്ടെ, ഞങ്ങൾ നവകേരള സദസ്സിന് കരിങ്കൊടി കാണിക്കും. ശരി, കാണിച്ചോ. അതിനെന്ത് വേണം? നിങ്ങൾ സമരം പ്രഖ്യാപിക്കുന്നവർക്ക് സംരക്ഷണം ഉണ്ടാകും. അപ്പോൾ എന്ത് വേണം? ഇപ്പോൾ ഗവർണർക്ക് സംരക്ഷണം പ്രഖ്യാപിച്ചപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പോലീസിന് തയ്യാറായി. SFIയുടെ ആർഷോ അടക്കം അറസ്റ്റ് ചെയ്ത് മാറ്റി. അതിനുശേഷം എന്ത് സംഭവിച്ചു? പിന്നെയും കുട്ടികൾ ഇരച്ചെത്തിപ്പോൾ ലാത്തി ചാർജ് ചെയ്തു. അവർ തലപൊട്ടി. അല്ല, പോലീസ് അവിടെ ധിക്കാരം കാണിച്ചു, തലപൊട്ടി, സസ്പെൻഡ് ചെയ്യണം. ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞങ്ങൾ ആ മർദ്ദനം ഏറ്റുവാങ്ങുന്നത് കേരളത്തിന് വേണ്ടിയാണ്. ചിരിച്ചോണ്ടാണ് ആ തല്ലുകൊള്ളുന്നത്.
കഴുമരമേറുമ്പോഴും ചിരിക്കുന്ന ഭഗത് സിംഗിൻ്റെ പിന്മുറക്കാരാണ് SFIക്കാർ. കഴുമരത്തിലെ ഞങ്ങളുടെ ചിരിയുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യക്കാരൻ്റെ പോരാട്ടത്തിൻ്റെ ചിരിയാണ്. അതുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന് പറഞ്ഞ് സർവകലാശാലയുടെ ക്യാമ്പസിനകത്ത് ബീരു എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുമ്പോൾ ആ ഒളിച്ചിരിക്കുന്ന ബീരുവിൻ്റെ ഭീരുത്വം തുറന്നു കാണിക്കാൻ വേണ്ടി ഒഴുക്കപ്പെട്ട ചോര എന്ന് പറയുന്നത് മതനിരപേക്ഷ കേരളത്തിൻ്റെ കൊടിയുയർത്തലാണ് എന്നും ആ ചോരയിലെ ഓരോ തുള്ളി ചോരയും SFIയുടെ രക്തനക്ഷത്ര പതാകയിൽ രക്തനക്ഷത്രങ്ങളായി ശോഭിക്കുകയാണെന്നും അഭിമാനത്തോടെ പറയും ഞാൻ. ഒരു പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമരത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന കരിങ്കൊടി പ്രയോഗം ഒളിയുദ്ധമാണ്. അതാണ് അനിൽകുമാർ പറഞ്ഞത്. പിന്നെ MLA മാർ എന്തുകൊണ്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയില്ല എന്ന് സന്ദീപ് വാര്യരും ചോദിച്ചു. ഒരു വാക്കൂടെ ഉപേക്ഷ, ഒരു വാക്കൂടെ ഉപേക്ഷ, ഒരു വാക്കും വേണ്ട. ശരിയല്ല, ഇതിനകത്ത് സമയം പാലിച്ചിട്ടില്ല, മാന്യത കാണിച്ചിട്ടില്ല. എന്റെ അവസരമാണ്, ഞാൻ പറയുന്നു. എന്റെ സംഘടനാ പ്രവർത്തകരെ ബ്ലഡി എന്ന് വിളിക്കുന്നത്, ബ്ലഡി എന്ന് വിളിക്കുന്നതിന് ന്യായം എന്താണ്? അതാണ് വ്യക്തമാക്കേണ്ടത്. ഒരു ചാൻസലർ SFI വിദ്യാർത്ഥികളെ ബ്ലഡി എന്ന് വിളിക്കുന്നതിന് ന്യായം അനിൽകുമാർ കേട്ടു. ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞോളൂ. എനിക്ക് അനിൽകുമാർ ഇത്രയും നേരം പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് കിളി പോയിരിക്കുക. എനിക്ക് സത്യത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇനി സന്ദീപ് വാര്യർ പറഞ്ഞതിൽ തുടങ്ങാം. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും പിന്നെ KSUക്കാരും സമരരംഗത്തുണ്ട്. നിങ്ങൾ എന്തേ സമരരംഗത്തില്ലാത്തത്? എന്നിട്ട് വേണ്ടേ നിങ്ങൾ വിമർശിക്കാൻ? ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിൽ ഞങ്ങളെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞാൻ അത്രയും മാത്രമേ താങ്കളെക്കുറിച്ച് പറയുന്നുള്ളൂ. മറ്റൊന്ന്, ഇവിടെ എന്താ പറഞ്ഞത്? അനിൽകുമാറെ, താങ്കൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടുള്ളവരാ. അടി കൊണ്ടും കൊടുത്തും ജയിലിൽ കിടന്നും കേസ് നടത്തിയും ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാ. ഒരു മടിയുമില്ല. താങ്കൾ മാത്രം ഒരു പക്ഷേ താങ്കൾ സംസ്ഥാന സമിതി അംഗമല്ലാതെ പോലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയതിന് ചില ശുപാർശകൾ വന്നിട്ടുണ്ടാവും. ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, നിങ്ങളുടെ വിഷയങ്ങളാണ്, നടക്കട്ടെ. പിന്നെ താങ്കൾ പറഞ്ഞത് പിന്നെ എന്താ, സ്വീകരണം കൊടുത്തതിനെ എൻഡോസ് ചെയ്യാൻ. സ്വീകരണം കൊടുത്തതിനെ എൻഡോസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ക്രിമിനൽ കേസിൽ പ്രതിയായി ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് സ്വീകരണം കൊടുക്കുന്നു. അത് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ MLA ഉൾപ്പെടെ അവിടെ പോയി നിന്ന് സ്വീകരണം നൽകുന്നു. നല്ല കാര്യം. നേരത്തെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. വനിതാ മാധ്യമപ്രവർത്തകരെ സൈബർ ബുള്ളിങ്ങിന് വിധേയമായപ്പോൾ അവർക്ക് എതിരായി കേസ് കൊടുത്ത് അകത്തായവരെ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവരെയും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് അത്ഭുതമൊന്നും കാണുന്നില്ല. അന്നും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പോയിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ വിഷയം നോക്കൂ ഗോപികൃഷ്ണൻ. ഇവിടെ ഈ സന്ദീപ് എന്ന് പറഞ്ഞ ക്രിമിനലായ ഈ കമാൻഡോ വേഷം ധരിക്കുന്ന CAP എയർ ക്യാമ്പിലെ നന്ദാവനം എയർ ക്യാമ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസുകാരൻ, അവൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തിയപ്പോൾ ആ വീടിന് സംരക്ഷണം കൊടുക്കാൻ വന്നത് ആരാണെന്ന് അറിയാമോ? DYFIയും SFIയുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്ന ഈ ക്രിമിനലുകൾക്ക്, പോലീസുകാരന് അഭിനയിക്കുന്ന ഈ ക്രിമിനലുകളുടെ വീട്ടിലേക്ക് സംരക്ഷണം നൽകുന്നത് DYFI SFI. എന്ത് വിചിത്രമാണ് നോക്കിയേ. മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാൻ പോലീസുകാർ, ആ പോലീസുകാരൻ്റെ വീടിന് സംരക്ഷണം കൊടുക്കാൻ DYFI SFI ക്രിമിനലുകൾ. ഗതികേടെന്നല്ല, ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്താ പറയുക? ഇനി അദ്ദേഹം പറയുന്നത് കരിങ്കൊടി കാണിച്ചു, പിന്നെ ഗവർണർ കാണിക്കുന്ന നടപടികളൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ആ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഗവർണർ സംഘീവൽക്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല. സർവകലാശാലകൾ സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനത്തെ ജഡ്ജ്മെൻറ്റ് ഉൾപ്പെടെ സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളായി തന്നെ തുടരണം. ഗവർണറുടെ വെല്ലുവിളിയും ശരിയല്ല. പക്ഷേ ഗവർണർ ഇന്ന് ഡൽഹിയിൽ നിന്ന് തിരിക്കുന്ന മുമ്പ് പറഞ്ഞു, അവിടെ നിന്ന് കണ്ടേക്കരെന്ന് പറഞ്ഞപ്പോൾ ഗവർണർ തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഗവർണറെ എയറിൽ വേണമെങ്കിൽ ഗവർണറെ എയറിൽ നിർത്തി എന്ന് വേണമെങ്കിൽ SFIക്ക് അവകാശപ്പെടാം. കാര്യം എന്താ? ഗവർണർ ഡൽഹിയിൽ നിന്ന് തിരിച്ച് എയറിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ സമരം നടത്തിയിട്ട് വീട്ടിൽ പോയത്. അത് കഴിഞ്ഞ് വന്ന് സമരം നടത്തിയെന്ന് പറയുന്നു. എവിടെയാ? ആ ഹൈവേയിൽ എവിടെയോ, യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് ഹൈവേയിൽ എവിടെയോ സമരം നടത്തി. ഗവർണർ അത് കണ്ടുപോലുമില്ലെന്ന് ഗവർണറും പറയുന്നു. ഞാൻ ഗവർണറെ ന്യായീകരിക്കുന്നില്ല. ഗവർണർ ചെയ്യുന്നതെല്ലാം തെറ്റ് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു സംശയവുമില്ല. പക്ഷേ നിങ്ങളുടെ സമരം ഇന്ന് അതിന് തൊട്ട് മുമ്പ് എന്താ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? ഞങ്ങളുടെ അവസാനത്തെ SFIക്കാരനും മരിച്ചു വീഴുന്നത് വരെ ഗവർണറെ ക്യാമ്പസിൽ കടത്തില്ല എന്നാണ്. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഞാൻ അതിന് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, സമയം ചുരുക്കം മൂലം അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞു പോയൊരു കാര്യം, താങ്കൾ എന്താ പറഞ്ഞു പോയത്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാനുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു പരാമർശം ഇവിടെ നടത്തി. അനിൽകുമാറെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഗാർഹിക പീഡന കേസിലെ പ്രതി, അതിൽ നിന്നും കേസൊക്കെ സെറ്റിൽ ചെയ്ത് പുറത്തു വന്ന് അദ്ദേഹത്തിന് തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും ഇത് അനിലിനെ പോലെയുള്ള ക്രിമിനലുകളായ ഈ പിന്നെ ഗൺമാന്മാർ മുഖ്യമന്ത്രിക്ക് ആവശ്യമായി വന്നേക്കാം. എനിക്കതിനകത്ത് അത്ഭുതമില്ല. ആയിക്കോളൂ, ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കിട്ടും. അത് പറയിക്കരുത് എന്ന് മാത്രമേ അനിൽകുമാറിനോട് പറയാനുള്ളൂ. അപ്പോൾ ഗാർഹിക പീഡന കേസിൽ പ്രതിയായിരുന്ന ഒരാൾക്ക് സ്വന്തം മകളെ വിവാഹം ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിലുള്ള ഗൺമാന്മാരും വേണ്ടി വരും. ഏതായാലും നിങ്ങളുടെ ഈ മുഖ്യമന്ത്രി എങ്ങനെയാണോ അതിനപ്പുറത്തേക്കാണ് ഈ അനിൽകുമാറിൻ്റെ സംസാരം. നിങ്ങളുടെ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഉണ്ടല്ലോ,
ഈ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ നോക്കൂ, ഇന്നലത്തെ ഇഷ്യൂ മാത്രം മതി, മാധ്യമപ്രവർത്തകരെ തല്ലിയത് ഉൾപ്പെടെ അവിടെ നിൽക്കട്ടെ. ഇന്നലത്തെ ഇഷ്യൂവിനെ സംബന്ധിച്ച് ഇപ്പോഴും ന്യായീകരിക്കുന്നത് നോക്കി. ഒരു ഗൺമാൻ എവിടെയാണ് ഉണ്ടാകേണ്ടതെന്നതിനെ സംബന്ധിച്ച് നിയമം അനുശാസിക്കുന്നില്ലേ? ആ ഗൺമാൻ അവിടെയാണോ ഉണ്ടായിരുന്നത്? ആ ഗൺമാൻ ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ടോ? നിയമാനുസൃതം കഴിവുണ്ടോ? ഏതെങ്കിലും ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറയട്ടെ ഗൺമാൻ്റെ ഡ്യൂട്ടി ഇതായിരുന്നു, ഈ ചെയ്തത് ശരിയാണെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ, സീനിയർ ഉദ്യോഗസ്ഥൻ, CI റാങ്കിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറയട്ടെ ഞങ്ങൾ അംഗീകരിച്ചു തരാം? പറയില്ല. പറയണമെങ്കിൽ ഇന്നിപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ ഉൾപ്പെടെ കൈകാര്യം ചെയ്ത പൃഥ്വിരാജിനെ പോലെയുള്ള നിങ്ങളുടെ അസോസിയേഷൻ്റെ നേതാക്കന്മാരെ കൊണ്ടുവരേണ്ടി വരും. അതിനപ്പുറത്തേക്ക് നിയമം അറിയാവുന്ന ഒരാളും അതിനെ അനുകൂലിക്കില്ല. രണ്ടാമത്തേത്, അവിടെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത് സാധാ പോലീസുകാരാണ്. അവർ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരുടെ കസ്റ്റഡിയിലാണ് ഈ പ്രവർത്തകർ. നിങ്ങൾ മുഴുവൻ വിഷ്വൽസ് കണ്ടു നോക്കൂ, എത്ര പ്രാവശ്യം വേണമെങ്കിലും കണ്ടു നോക്കൂ. അവരെ പിടിച്ചു മാറ്റി ഇപ്പോഴും കാണുകയാണ്. ASIയും SIയും ഉൾപ്പെടെയുള്ള 3-4 പോലീസുകാർ പിടിച്ചു മാറ്റിയതിന് ശേഷമാണ് അകാരണമായി പിന്നിലെ വാഹനത്തിൽ നിന്ന് എന്നത്തെ വൈകുന്നേരത്തെ കോട്ട തയ്ക്കാൻ ഇറങ്ങുന്നത് പോലെയാണ് ദണ്ടുമായി ഇറങ്ങി അവരെ തല്ലി പൊളിക്കുന്നത്. എന്ത് ന്യായീകരണമായതിനുള്ളത്? എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഞാനിതൊന്നും കണ്ടില്ല എന്നാണ്. ഈ മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയിരിക്കുകയാണ് ഗോപികൃഷ്ണൻ. ഈ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ, സാധാരണക്കാരെ, ജനാധിപത്യ വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. എന്തോ മാനസികമായ തകരാറ് മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം കണ്ണൂർ മുതൽ നമ്മൾ ആദ്യത്തെ സംഭവം നമ്മൾ തെറ്റിദ്ധരിച്ചു. എന്താ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് ചോദ്യം ചെയ്തു. അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇന്നും അതേ വാചകം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോനിലയെക്കുറിച്ച് നമ്മൾ എന്താ ധരിക്കേണ്ടത് ഗോപികൃഷ്ണൻ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഏതെങ്കിലും ഒരു ചാനൽ ഇത് കാണാതിരിക്കുന്നുണ്ടോ? സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? ഇന്റലിജൻസ് ഇല്ലേ? മുഖ്യമന്ത്രി എന്ന നിലയിൽ ഹോം മിനിസ്റ്റർ എന്ന നിലയിൽ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇടില്ലേ? ഈ കാണിച്ചത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം കേരളീയ സമൂഹത്തോട് അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കാൻ ഈ അനിൽമാർക്ക്, ഈ സന്ദീപ്മാർക്ക് തയ്യാറാകണ്ടേ? അതിന് പകരം അവരെ എൻഡോസ് ചെയ്യുകയും അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും അവരെ വീണ്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയുമാണോ വേണ്ടത്? അവിടെയാണ് പ്രശ്നം. കേരളത്തിൽ എനിക്ക് എന്തുമാകാം, ഞാൻ ഇവിടുത്തെ രാജാവാണ്, എൻ്റെ കൽപ്പന അവസാനത്തെ കൽപ്പനയാണ് എന്ന് അദ്ദേഹം ധരിച്ചു വെച്ചായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ തീരുമാനിക്കുന്നതാണ് ഇവിടെ നടപ്പാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്, ഒരു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അദ്ദേഹം പരസ്യമായിട്ടൊന്ന് പറയുന്നു ഞങ്ങൾ അങ്ങനെ കരിങ്കൊടി പ്രകടനം നടത്തുന്നതിനൊന്നും എതിരല്ല. അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്ത് വിലയാണ് CPMലുള്ളത്? അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? അവിടെ രാജാവ് തീരുമാനിക്കും, രാജാവ് പറയുന്നത് തീരുമാനിക്കൂ, നടക്കൂ. രാജാവ് കരിങ്കൊടി പ്രകടനം വേണ്ട എന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട എന്ന് തന്നെ. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു ഏകാധിപതി, ഒരു മനോനില തെറ്റിയ, മാനസിക വിഭ്രാന്തി പിടിച്ച ഒരു ഏകാധിപതിയായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ആലപ്പുഴയിൽ കണ്ടതും മിനിഞ്ഞാന്ന് ഇടുക്കിയിൽ കണ്ടതും. ഞാൻ ശ്രീ സന്ദീപ് വാര്യറിലേക്ക് വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഗവർണർക്കെതിരായിട്ടുള്ള സമരം ഒരു പ്രഖ്യാപിത സമരമാണ്. അതുകൊണ്ട് തന്നെ അടികൊണ്ടാൽ അടികൊണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ കരയാറില്ല, രക്തം വാർന്നും ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അതിന്റെ രാഷ്ട്രീയമാണ് അനിൽകുമാർ വിശദീകരിച്ചത്. ഒന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് BJP എവിടെയാണ് സമരമുഖത്ത് എന്ന് അദ്ദേഹം ചോദിച്ചു. നോക്കുന്നു, വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തതും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സഹതാപത്തോടു കൂടി കണ്ടതും BJPയുടെ സമരത്തെയാണ്. കാരണം നിങ്ങൾ അറിയാൻ, ഒരു വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള ഒരു കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരാളെ വെറുതെ വിട്ട നടപടിക്കെതിരെ വീട്ടമ്മമാരുടെ സമരമാണ് ഉണ്ടായത്. BJPയുടെ മഹിളാ മോർച്ച ഇന്ന് സംസ്ഥാനത്തെ പോലീസ് മേധാവിയുടെ വീട്ടിനകത്ത് കയറിയാണ് സമരം ചെയ്തത്. കേരളത്തിന്റെ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും കേരളത്തിന്റെ പോലീസ് മേധാവിയുടെ DGPയുടെ വീട്ടിനകത്ത് കയറി സ്ത്രീകൾ സമരം ചെയ്ത മറ്റേതെങ്കിലും ചരിത്രമുണ്ടോ? ഇവിടെ മഹിളാ കോൺഗ്രസ് ഉണ്ടല്ലോ, എവിടെയാ അവരൊക്കെ? നിങ്ങൾ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ കരിങ്കൊടി കാണിക്കാൻ വഴിയരികിൽ വിട്ട് അവരെ കൊണ്ട് തല്ല് വാങ്ങിച്ചു കൂട്ടുന്നതല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാണ്? കോൺഗ്രസ് എവിടെയാണ്? നിങ്ങളെയുള്ള ജനങ്ങൾ പ്രതിപക്ഷമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾ എവിടെയാ ഉള്ളത്? പ്രതിപക്ഷത്തിന്റെ റോള് നിങ്ങൾ എവിടെയാണ് നിർവഹിക്കുന്നത്? അതോടെ നിൽക്കട്ടെ. ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങള്, അദ്ദേഹം ഇന്നിങ്ങനെ SFIയുടെ സമരത്തെ ഇങ്ങനെ എന്താ സാഹിത്യ ഭാഷയിൽ പുകഴ്ത്തി എന്തോ വലിയ മഹാസംഭവം ചെയ്ത പോലെ പറയാണ്. നോക്കൂ, ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഗവർണർ ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കയറുന്നതോട് കൂടിയിട്ടാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം തുടങ്ങുന്നത്. ഗവർണർ ഡൽഹിയിൽ നിന്ന് വിമാനം കയറിയിട്ടേ ഉള്ളൂ. ആ വിമാനം ഗുഡ്ഗാവ് കഴിയുന്നതിന് മുൻപായിട്ട് സമരം തീരുകയാണ്. ആ സമരം എങ്ങനെയാ തീരുന്നത്? കിരീടം സിനിമയിലെ സേതുമാധവനെ അച്ഛൻ പറയുന്നത് പോലെ, തിലകം പറയുന്ന പോലെ, കത്തി താഴെറാ മോനെ നിന്റെ അച്ഛനാടാ പറയുന്നത് എന്ന് പറയുന്ന പോലെ മലപ്പുറം SP പോയി ആർഷയോട് പറയാണ്, ഞാനാടാ മോനെ പറയുന്നത്, നീ ഒന്ന് സമരം അവസാനിപ്പിക്കുക എന്ന് പറയുകയാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരം. എന്നിട്ട് ഇങ്ങനെ വളരെ സുഖകരമായിട്ട് അവരെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഗവർണർ വന്നിറങ്ങുന്നു. ഗവർണർ വന്നിറങ്ങിയ ശേഷം അദ്ദേഹം ഒന്നാന്തരം ഇരട്ടച്ചെങ്കനാണെന്ന് കാണിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കടന്നു പോകുന്നു.
അവിടെ എവിടെ സമരമുള്ളത്? വഴിയിൽ മറ്റെവിടെയോ, വളരെ ദൂരത്ത് മറ്റെവിടെയോ പോലീസുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരം. എത്ര പേരുണ്ട്? കോഴിക്കോട്ടെയും മലപ്പുറത്തെയും തൃശ്ശൂരിലെയും ഒക്കെ മുഴുവൻ പ്രവർത്തകരെയും വിളിച്ചു വരുത്തി 2 സമരവേദിയിൽ നിന്ന് ആകപ്പാട് 200-ൽ താഴെ പേരാണ് SFIക്ക് സമരത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചത്. അത് തന്നെ SFIയുടെ സംസ്ഥാന നേതാക്കൾ നേരിട്ട് ചെന്നിട്ടാണ്. കാരണം ഇപ്പോൾ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. ഇതുപോലെ ഗവർണർക്കെതിരെയുള്ള സമരത്തിലേക്ക് കുട്ടികളെ വിട്ടുകഴിഞ്ഞാൽ IPC 124 വരെ വന്ന് തങ്ങളുടെ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുമെന്ന് SFIക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഭയം ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും SFIയുടെ സമരത്തിന് ആൾ കുറവാണ്. ഇങ്ങനെയാണോ SFIയുടെ സമരം ഉണ്ടാകാറുള്ളത്? ഗവർണറെ കാല് കുത്തിക്കില്ല എന്നായിരുന്നില്ലേ പ്രഖ്യാപനം? എന്നിട്ട് ഗവർണർ കാല് കുത്തിയിട്ടല്ലേ വന്നത്? ഗവർണർ കൈ കുത്തിയിട്ടാണോ വന്നത്? ഇവരിങ്ങനെ വലിയ വാചകം അടിച്ച് വലിയ വീരവാദം പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? SFI വിചാരിച്ചാൽ കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാല് കുത്തിക്കില്ല എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ തള്ളിയത്? നിങ്ങൾക്ക് ഇങ്ങനെ കരിങ്കൊടി കാണിച്ചങ്ങ് ചുമ്മാ പോകാനായിരുന്നെങ്കിൽ ഈ തള്ളിന്റെ വല്ല ആവശ്യമുണ്ടോ? ചുമ്മാ വന്നങ്ങ് തോറ്റു കൊടുത്താൽ പോരായിരുന്നോ? ഇന്ന് നിങ്ങൾ നാണം കെട്ടിരിക്കുകയാണ്. നാണം കെട്ട് SFIക്കാർക്ക് ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി, സമാശ്വസിപ്പിക്കാൻ വേണ്ടി അതിങ്ങനെ രക്തവർണ്ണ പതാകയിലെ രക്തത്തുള്ളിയാണ് ഇന്നത്തെ സമരം എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ 24 എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഞങ്ങളുടെ പോലീസല്ലേ, പിണറായിയുടെ പോലീസല്ലേ, ഞങ്ങളുടെ കുട്ടികൾക്ക് 2 കിട്ടിയാലും ഞങ്ങൾ സന്തോഷിക്കും, ഞങ്ങൾ ചിരിക്കും. പണ്ട് CPIക്കാർക്ക് കാസർഗോഡ് തല്ല് കിട്ടിയപ്പോൾ അവർ വിളിച്ച മുദ്രാവാക്യ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് വിളിച്ചത്. അതുപോലെ അനിൽകുമാർ പറയുന്നത് ഞങ്ങളുടെ പോലീസല്ലേ, ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ പോലും ഞങ്ങൾക്കത് വളരെ മാർദ്ദവമുള്ള തഴുകലായിട്ടേ തോന്നൂ എന്ന് പറയുന്ന അങ്ങേറ്റത്തെ നാണം കെട്ട നിലപാടാണ് ഇപ്പോൾ CPMമാർ എടുക്കുന്നത്. ഗവർണറെ തടയാൻ വേണ്ടി പരിശ്രമിച്ച് ഗവർണറെ കാല് കുത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ച് നാണം കെട്ടി നിൽക്കുകയാണ് കേരളത്തിലെ ഈ SFI എന്ന് പറഞ്ഞ പ്രസ്ഥാനം. ഇന്ന് മുദ്രാവാക്യങ്ങൾ കേട്ടു. SFI ആരാന്നറിയോ എന്നാണ് മുദ്രാവാക്യം. SFI ആരാന്നറിയോന്ന് ഗവർണർക്ക് എങ്ങനെ അറിയാൻ സാധ്യതയുള്ളത്? നേരത്തെ മാർക്കണ്ഡേയ കഡ്ജുവിനോട് പോയിട്ട് ഞങ്ങളെ അറിയുമെന്ന് DYFIക്കാർ ചോദിച്ചപ്പോൾ, റിയാസ് ചോദിച്ചപ്പോൾ എന്ത് DYFI, എനിക്കറിയാൻ പാടില്ല അങ്ങനെ സംഘടന എന്നല്ലേ മാർക്കണ്ഡേയ കഡ്ജു പറഞ്ഞത്. ഈ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഒരു പ്രസൻസും ഇല്ലാത്ത വളരെ ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടന ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങൾക്കപ്പുറം രാജ്യത്ത് ഒരു പ്രസക്തി ഇല്ലാത്തൊരു വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികളെ കൂടി നാണം കെടുത്തി നാണക്കേട് മറയ്ക്കാൻ വേണ്ടി, ഒരു സെക്കൻഡ്, നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം മുഴുവൻ കേരള പോലീസിനെ സഹകരിപ്പിച്ചുകൊണ്ട് നടത്തിയത്. സൈക്കിളിൽ നിന്ന് വീണ കുട്ടിയുടെ ചമ്മലാണ് ഇപ്പൊ അനിലിന്റെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ അനിൽകുമാർ, വളരെ വേഗം പെട്ടെന്ന്, സമയം അവസാനിച്ചു. പക്ഷേ താങ്കൾ കൈ ഉയർത്തിയോണ്ട് ഞാൻ സമയം. ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യ മുഴുവൻ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഊർജം പാഴാക്കരുതെന്ന് മാപ്പപേക്ഷ എടുത്തു കൊടുത്തുകൊണ്ട് വീരന്മാരാ പറയണത്. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വിഷമത്തിലാണ്. നിങ്ങൾ മാപ്പപേക്ഷ കൊടുക്കുന്നവരാണ്. ശരി, നമ്മൾ വീണ്ടും ആ പഴയ ഈ ചർച്ച ഉടനെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഏതായാലും ഈ പ്രതിഷേധവും ആ പ്രതിഷേധത്തെ നേരിടുന്ന രീതിയും വിമർശിക്കപ്പെടുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ എങ്ങനെ രാഷ്ട്രീയമായി മാറും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.